ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് ശ്രീ രാംവൃക്ഷ് ബേനിപുരി രചിച്ചിട്ടുള്ള സുബാൻ ഖാ എന്നുള്ള ഈ ചാപ്റ്ററാണ്. സുബാൻ ഖാ രാംവൃക്ഷ് ബേനിപുരി. क्या आपका अल्लाह पश्चिम में रहता है वह पूरब में क्यों नहीं रहता? ആദ്യം തന്നെ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. നിങ്ങളുടെ അല്ലാ പശ്ചിമിലാണോ ഉള്ളത് എന്ന് വെച്ചാൽ വെസ്റ്റിലാണോ ഉള്ളത്, വ പൂരബ് മേ ക്യൂ നെയ് രഹത്ത, എന്തുകൊണ്ടാണ് അല്ലാഹ് ഈസ്റ്റ് ഡയറക്ഷനിൽ ഇല്ലാത്തത്. സുബാൻ ദാദാ की लंबी सफेद चमकती रोब बरसाती दाढ़ी में अपनी नन्ही उंगलियों को घुसाते हुए मैंने पूछा. അപ്പോൾ സുബാൻ ദാദയുടെ ആ നീണ്ട വെളുത്ത തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പ്രൗഢി കാണിക്കുന്ന താടിയിലൂടെ വിരലോടിച്ചുകൊണ്ട്, ഉംഗ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്, വിരലോടിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു. ഉൻകി चौड़ी उबड़ी पेशानी पर एक उल्लास की झलक और दाढ़ी मूछ की सघनता में दबे पतले अधरों पर एक मुस्कान की रेखा दौड़ गई. അപ്പോൾ അദ്ദേഹത്തിന്റെ ചോടി ഉബുടി പേശാനി പർ, അദ്ദേഹത്തിന്റെ ഉയർന്ന വീതിയുള്ള ആ ഒരു നെറ്റിയിൽ ഏക് ഉല്ലാസ് കി ഝലക്, ഒരു ഉല്ലാസം, അതിന്റെ ഒരു തിളക്കം കണ്ടു. അദ്ദേഹത്തിന്റെ ആ സഘനമായ ഈ ധാടി മൂച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, മീശയുടെയും താടിയുടെയും ഇടയിലായിട്ട് ഉള്ള അദ്ദേഹത്തിന്റെ അധരോപ്പർ, ചുണ്ടുകളില് ഒരു മുസ്കാൻ, ഒരു സ്മൈലും വന്നു ഈ ക്വസ്റ്റ്യൻസ് കേട്ടപ്പോൾ. അപ്നി ലംബി ബാഹോ കി ദാഹിനി ഹത്തേലി മേരെ സിർ പർ സുഹ്ലാത്തെ ഹുവേ ഉൻഹോനെ കഹ. അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട് എന്റെ തലയിൽ ഇങ്ങനെ തലോടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, नहीं बबुआ अल्लाह तो पूरब पश्चिम उत्तर दक्षिण सब और है. അദ്ദേഹം പറയാണ്, അല്ല മോനെ, അല്ലാ എന്ന് പറയുന്നത് പൂരബ് പശ്ചിം ഉത്തർ ദാഖിൻ, അതായത് നോർത്ത് സൗത്ത് വെസ്റ്റ് ഈസ്റ്റ് എല്ലാ ഡയറക്ഷനിലും ഉണ്ടെന്ന്. तो फिर आप पश्चिम मुंह खड़े होकर ही നമാസ് ക്യൂ പഠിത്തേ ഹെ. അപ്പോൾ കുട്ടി ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് അപ്പോ സുബാൻ ദാദ ഈ വെസ്റ്റേൺ സൈഡിലേക്ക് തിരിഞ്ഞു നിന്നിട്ട്, വെസ്റ്റേൺ ഡയറക്ഷനിലേക്ക് നിന്നിട്ട് ഈ നമാസ്, അതായത് അവരുടെ ആ പ്രേയർ എന്തിനാണ് വായിക്കുന്നത് എന്ന്. പശ്ചിം ഓർ കെ മുൽക്ക് മേ അല്ലാഹ് കെ റസൂൽ ആയേ थे, ജഹാ റസൂൽ ആയേ थे വഹാ ഹമാരെ തീരത്ത് है, हम उन्हीं तीरतों की और मुंह करके अल्लाह को याद करते हैं. അപ്പോൾ ഈ വെസ്റ്റേൺ ഡയറക്ഷനിലാണ് അല്ലാഹുവിന്റെ റസൂല് വന്നിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഇവര് അവിടേക്ക് പ്രാർത്ഥിച്ചു നിൽക്കുന്നത്, ആ ഡയറക്ഷനിലേക്ക് നോക്കിയിട്ട് പ്രാർത്ഥിക്കുന്നത് എന്നാണ് സുബാൻ ദാദ പറയുന്നത്. വേ തീരത്ത് യഹാ സെ കിത്നി ദൂർ ഹോങ്കെ. അപ്പൊ ആ ഒരു പ്ലേസ് ഇവിടുന്ന് എത്ര ദൂരെയാണെന്ന് ചോദിക്കുകയാണ്. ബഹുത് ദൂർ ജഹാ സൂരജ് ദേവത ഡൂബ്തേ ഹെ. അത് ഒരുപാട് ദൂരെയാണ്, സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലത്താണോ എന്ന് ചോദിക്കുകയാണ്. നഹി ഉസ്സേ കുച്ച് ഇധർ ഹി, അവിടെയല്ല, പക്ഷെ അതിനേക്കാളും കുറച്ച് ഇപ്പുറത്തായിട്ട്. ആപ് ഉൻ തീരത്തോ മേ ഗയേ ഹെ സുബാൻ ദാദ. അപ്പോ ആള് ചോദിക്കുകയാണ്, നിങ്ങൾ അവിടേക്ക് പോയിട്ടുണ്ടോ സുബാൻ ദാദാന്ന്. ദേഖാ സുബാൻ ദാദാ की बड़ी बड़ी आंखों में आंसू डबडबा आए, उनका समूचा चेहरा लाल हो उठा, भाव विभोर हो गदगद कंठ से बोले. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ സുബാൻ ദാദ കുറച്ച് ഇമോഷണലായി. അദ്ദേഹത്തിന്റെ ഇത്രയും നേരം കാമായിട്ടിരുന്ന ഫേസ് ഇങ്ങനെ റെഡ് കളറായിട്ട് മാറാൻ വേണ്ടി തുടങ്ങി. എന്നിട്ട് ആ ഇടറുന്ന ശബ്ദത്തോടെ അദ്ദേഹം പറഞ്ഞു, വഹാ ജാനെ മേ ബഹുത് ഖർച്ച് പഡ്തേ ഹെ ബബുआ, മേ ഗരീബ് ആദ്മി ഠഹരാന. അപ്പോൾ അദ്ദേഹം പറയാണ്, അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് വളരെയധികം ചെലവുണ്ട്, അപ്പോൾ ഞാനാണെങ്കിൽ ഒരു പാവപ്പെട്ടവനല്ലേ എന്ന്. ഇസ് ബുഢാപ്പെ മേ ഭി ഇത്നി മെഹനത് മശക്കത് കർ റഹാ ഹൂं कि कहीं कुछ पैसे बचा पाऊं और ഉസ് പാക് ജഗ ഹി സിയാറത്ത് കറാവും. അപ്പോൾ ഞാൻ ഈ ഇത്രയും പ്രായമായിട്ടും ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മെഹനത് മഷക്കത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്നെങ്കിലും കുറച്ച് പൈസ സേവ് ചെയ്തിട്ട് ആ ഒരു പാവനമായ സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ സിയാറത്ത് കറാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റണം എന്ന ആഗ്രഹത്തിലാണ് ഞാൻ ഇപ്പോഴും ഇത്രയും കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യണത്. ഉൻകി ആഖോं को देखकर मेरा बचपन का दिल भी भावना से ओतप्रोत हो गया, मैंने उनसे कहा. അപ്പൊ അദ്ദേഹത്തിന്റെ കണ്ണുകൾ കണ്ടപ്പോൾ എൻ്റെ ചെറുപ്പത്തിലെ ആ മനസ്സ് വരെ ഇമോഷണലായി. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മേരെ മാമാജി സേ കുച്ച് കർസ് ക്യൂ നഹി ലേ ലേത്തെ ദാദാ, എൻ്റെ മാമന്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ കടം വാങ്ങിക്കൂടെ എന്ന് ചോദിച്ചു ഞാൻ. കർസ് കെ പൈസേ സേ തീരത്ത് കർനെ മേ സവാബ് നഹി മിൽത്ത. അപ്പൊ അദ്ദേഹം പറയാണ്, ഇങ്ങനെ കടം വാങ്ങിയ പൈസ വെച്ചിട്ട് ഞാനിങ്ങനെ
തീർത്ഥയാത്രയ്ക്ക് പോയി കഴിഞ്ഞാൽ അതിനൊരു ചൈതന്യം ഉണ്ടാവില്ല, അതിനൊരു അനുഗ്രഹം ഉണ്ടാവില്ല എന്ന്. അല്ലാ ने चाहा तो 1-2 साल में इतने जमा हो जाएंगे कि किसी तरह वहां जा सकूं. അപ്പം ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ എനിക്ക് 1-2 വർഷത്തിന്റെ ഉള്ളിൽ ഇത്ര പൈസ സേവ് ചെയ്യാൻ പറ്റും അവിടേക്ക് പോവാൻ വേണ്ടിയിട്ട്. വഹാ സെ മേരെ ലിയേ ഭി കുച്ച് സൗഗാത്ത് ലായിയേഗാ നാ, ക്യാ ലായിയേഗാ? അപ്പം കുട്ടി ചോദിക്കുകയാണ് അവിടുന്ന് എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവരില്ലേ, എന്താ കൊണ്ടുവരാന്ന്. വഹാ സെ ലോഗ് ഖജൂർ ഓർ ചുഹാരെ ലെ ജാത്തെ ഹെ. അപ്പോ അദ്ദേഹം പറയാണ് അവിടുന്ന് സാധാരണ ആളുകള് ഖജൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡേറ്റ്സും അതുപോലെ തന്നെ ചുഹാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡ്രൈഡ് ഡേറ്റ്സും ആണ് കൊണ്ടുപോവാറുള്ളത്. ഹാ ഹാ മേരെ ലിയേ ചുഹാരെ ഹി ലായിയേഗാ ലേക്കിൻ ഏക് ദർജൻ സെ കം നഹി ലൂങ്ക. അപ്പോ കുട്ടി പറയാണ് ഓക്കെ എനിക്ക് വേണ്ടി ഡ്രൈഡ് ഡേറ്റ്സ് വാങ്ങിക്കൊണ്ടെന്നാലും മതി, പക്ഷെ 1 ഡസനിലും കുറവൊന്നും ഞാൻ മേടിക്കില്ല കേട്ടോ, അത്രയധികം കൊണ്ടുവരണം എന്ന് പറയാണ്. സുബാൻ ദാദാ കി സുഫേദ് ദാടി മൂച്ച് കെ ബീച്ച് ഉൻകെ സുഫേദ് ദാന്ത് ചമക് രഹേ തെ. അപ്പോൾ സുബാൻ ദാദ എപ്പോഴും ഇങ്ങനെ വൈറ്റ് കളറുള്ള ക്ലോത്ത്സ് ആണ് ഇടുക, അതിന്റെ ഇടയിൽ അദ്ദേഹത്തിന്റെ ആ വൈറ്റ് ആയിട്ടുള്ള പല്ലുകൾ കൊണ്ട് അദ്ദേഹം ചിരിക്കുന്നത്, ആ പല്ലുകൾ തിളങ്ങുന്നത് കുട്ടി കണ്ടു. कुछ देर तक मुझे दुलारते रहे, फिर कुछ रुककर बोले अच्छा जाइए खेलिए, मैं जरा काम पूरा कर लूं. മസ്ദൂരി ബർ കാം നഹി കർണേ സെ അല്ലാ നാരാസ് ഹോ ജായെങ്കെ. അപ്പോ സുബാൻ ദാദ കുട്ടിയുടെ അടുത്ത് പറയാണ്, കുട്ടീനെ കുറച്ചേരം ഇങ്ങനെ ദുലാർന്ന് വെച്ചാൽ ഇങ്ങനെ കളിപ്പിക്കുക, വാത്സല്യത്തോടെ നോക്കിയിട്ട് പറഞ്ഞു എന്നാ ഇനി പോയിട്ട് ബാബ കളിച്ചോളൂ, ഞാൻ വാങ്ങിക്കുന്ന കൂലിക്കുള്ള പണി ചെയ്തില്ലെങ്കിൽ അല്ലാ നാരാസ് ആവുന്നു, അള്ളക്ക് അത് ഇഷ്ടപ്പെടില്ല എന്ന് പറയാണ്. ക്യാ ആപ്കെ അല്ലാ ബഹുത് ഗുസ്സാവർ ഹേ, മേ തുനക്കർ ബോല. അപ്പോ കുട്ടി ചോദിക്കുകയാണ് നിങ്ങളുടെ അല്ല ഭയങ്കര ദേഷ്യക്കാരനാണോ എന്ന്. ആജ് സുബാൻ ദാദ ബഡേ ജോറോ സെ ഹസ് പടേ, ഫിർ ഏക് ബാർ മേരെ സിർ പർ ഹത്തേലി ഫേരി ഓർ. അങ്ങനെ ഇന്ന് സുബാൻ ദാദ നല്ല സന്തോഷത്തിലാണ്, അദ്ദേഹം പെട്ടെന്ന് അങ്ങോട്ട് ചിരിച്ചു, പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് കുട്ടിയുടെ തലയില് ഇങ്ങനെ തലോടിയിട്ട് പറഞ്ഞു ബച്ചോ സേ വ ബഹുത് ഖുഷ് രഹത്തെ ഹെ ബബുവ. കുട്ടികളെ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. വ തുമാരി ഉമ്ര ദരാസ് കരേ. ഉമ്ര ദരാസ് കർണെന്ന് വെച്ച് കഴിഞ്ഞാല് കൂടുതൽ കാലം ജീവിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കാന്നാണ്. ലിവ് ലോങ് എന്നുള്ളൊരു ബ്ലെസ്സിങ് തരും എന്നാണ് ഉദ്ദേശിക്കുന്നത്. കേക്കർ മുझे अपने कंधे पर ले लिया, मुझे लेते हुए दीवार के नजदीक आए, वहां उतार दिया और झट अपनी ഖഡ്നി ഓർ ബസൂലി സെ ദീവാർ പർ കാം കർണേ ലഗെ. അങ്ങനെ ഇത്രയും പറഞ്ഞുകൊണ്ട് കുട്ടീനെ എടുത്ത് പൊന്തിച്ചിട്ട് ഒരു വാളിന്റെ എത്തിയപ്പോൾ കുട്ടീനെ അവിടെ ഇറക്കി വെച്ചിട്ട് അദ്ദേഹം തന്റെ കഡ്നി ഓർ ബസൂലി എന്ന് പറയുന്നത് അദ്ദേഹം ജോലി ചെയ്യുന്ന ടൂൾസ് ആണ്, അതെടുത്തിട്ട് ആ ദീവാറിൽ ആ ചുമരിൽ വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി. സുബാൻ ഖാ एक अच्छे राज समझे जाते हैं, जब जब घर की दीवारों पर कुछ मरम्मत की जरूरत होती है उन्हें बुला लिया जाता है, आते हैं 5-7 रोज यही रहते हैं, काम खत्म कर चले जाते हैं. അപ്പൊ ഇവിടെ രാജ് എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രിക്ക് ലെയർ എന്നുള്ള പണിയാണ്. ഈ ചുമരിൽ കേടുപാടുകളൊക്കെ പറ്റുമ്പോൾ അത് നന്നാക്കുന്ന ജോലിയാണ് അദ്ദേഹം ചെയ്യുന്നത്, സുബാൻ ദാദ. അങ്ങനെ ഇവരുടെ വീടുകളിലൊക്കെ ഇങ്ങനെ ചുമരുകൾക്ക് എന്തെങ്കിലും ഡാമേജ് പറ്റിക്കഴിഞ്ഞാല് അതിന്റെ മരമ്മത്ത്, അതിന്റെ കേടുപാടുകളൊക്കെ നന്നായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത് സുബാൻ ദാദേനെയാണ്. അദ്ദേഹം വരും, എന്നിട്ട് 5-7 ദിവസം അവിടെ താമസിക്കും, എല്ലാ ജോലികളും തീർക്കും, എന്നിട്ട് പോകും. ലംബ ചോട തഗഡ ഹെ ബദൻ ഇൻക. അദ്ദേഹത്തിന് നല്ല സൈസുള്ള ബോഡി ആയിരുന്നു. അദ്ദേഹം ബ്രോഡ് ഷോൾഡേർഡ് ഒക്കെ ആയിട്ട് അത്യാവശ്യം ഹൈറ്റ് ഒക്കെ ഉള്ള നല്ലൊരു ബോഡിയുള്ള മനുഷ്യനായിരുന്നു. पेशानी चौड़ी, भवें बड़ी सघन और उभरी, आंखों के कोनों में कुछ लाली और पुतलियों में कुछ നീലേപ്പൻ കി ഝലക്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ ബ്രോഡ് ആയിട്ടുള്ള ഫോർഹെഡ് ഒക്കെയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ കണ്ണിന്റെ കോർണേഴ്സിൽ റെഡ് കളറും, അതേപോലെ തന്നെ ഈ പുത്തിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൃഷ്ണമണിയുടെ അവിടെ കുറച്ച് നീല കളർ ഉണ്ടായിരുന്നു. നാഗ് അസാധാരണ ഢങ് സെ നുക്കീലി, നോസ് സാധാരണത്തെക്കാളും കുറച്ച് പോയിന്റഡ് ആയിരുന്നു. ദാഡി സഗൻ, ഇത്തിനി ലംബി കി ഛാത്തി തക് പहुंच जाए. നല്ല വലിയ താടി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ചെസ്റ്റ് വരെ ഉണ്ടായിരുന്നു ആ താടി, അത്രയും നീളമുള്ള താടിയാണ്. വ ഛാത്തി ജോ ബുഡാപ്പെ മേ ഭി ഫൈലി ഫൂലി ഹുയി, അത്രയും ബ്രോഡ് ആയിട്ടുള്ള ചെസ്റ്റ് ആണ് ഇത്ര പ്രായമുള്ള മനുഷ്യനാണെങ്കിൽ കൂടിയിട്ടും. സിർ പർ ഹമേഷ ഹി ഏക് ദുപ്ലിയ ടോപ്പി പെഹനെ ഹോത്തെ ഓർ ബദൻ മേ. അപ്പോ ദുപ്ലിയ ടോപ്പി, അതുപോലെ തന്നെ നിമസ്തി എന്ന് പറയുന്നത് ആ മുസ്ലിംസ് ഇടുന്ന തൊപ്പിയും അതുപോലെ തന്നെ അവരുടെ വൈറ്റ് കളറിലുള്ള ക്ലോത്ത്സിനെയാണ് പറയുന്നത്. കമർ മേ കച്ചെ വാലി ധോത്തി, പാർ മേ ചമ്രോദ ജൂത്ത. അപ്പോൾ അദ്ദേഹം ഒരു ധോത്തി ഇടാറുണ്ട്, അതുപോലെ പാർ മേ ചമ്രോന്ത ജൂത്ത, ലെതറിന്റെ ചെരുപ്പ് ഇടാറുണ്ട്. ചെഹരെ സേ
നൂർ ടപക്ത മുഹ് സെ ഷഹദ് ഝർത്ത. അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു പ്രകാശമുണ്ട്, അതുപോലെ തന്നെ മൂസെ ഷഹദ് ഝർത്ത എന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ സ്വീറ്റ് ആയിട്ടാണ് അദ്ദേഹത്തിന്റെ സംസാരം ഉള്ളത്. ഷഹദ് എന്ന് വെച്ചാൽ ഹണി എന്നാണ് അർത്ഥം. ഭലെ മാൻസോ കെ ബോൾനെ ചാൽനെ ബാറ്റ്നെ ഉട്നെ കെ കായ്ദെ കി പൂരി പാബന്ദി കർത്തെ വ. അതായത് നല്ല ഒരു വ്യക്തിത്വമുള്ള ആളെങ്ങനെയാണോ നടക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അത് എല്ലാം മാനിച്ചിട്ടുള്ള ഒരു തരം പേഴ്സണാലിറ്റിയാണ് അദ്ദേഹത്തിൻ്റെത്. किंतु बचपन में मुझे सबसे अधिक भाती उनकी वह सफेद चमकती हुई दाढ़ी. नमाज के वक्त कमर में धारीदार लुंगी और शरीर में सादा कुर्ता पहन घुटने टेक दोनों हाथ छाती से जरा ऊपर उठा आदि आंखें मूंद कर जब वह कुछ मंत्र सा पढ़ने लगते मैं विस्मय विमुग्ध होकर उन्हें देखता रह जाता. അപ്പൊ ചെറുപ്പത്തിലാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തിന്റെ ആ സഫേദ് ദാടി, ആ വെളുത്ത താടിയാണ് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത്. പക്ഷെ നമാസ് വായിക്കുന്ന സമയത്ത് അദ്ദേഹം ഇടുന്ന ആ ഒരു ഡ്രസ്സ്, അതുപോലെ തന്നെ മുട്ടുമടക്കിയിട്ട് പ്രാർത്ഥിക്കുന്ന രീതി, അതൊക്കെ കാണുമ്പോൾ ഞാൻ വിസ്മയിച്ച് നിൽക്കാറുണ്ട് എന്നാണ് പറയുന്നത്. മുझे ऐसा मालूम होता सचमुच उनके अल्लाह वहां आ गए हैं. दादा की झपकती आंखें उन्हें देख रही है और ये होठों होठों की बातें उन्हीं से हो रही है. അപ്പോൾ കുട്ടിക്ക് തോന്നാറുള്ളത് അദ്ദേഹത്തിന്റെ അല്ല, സുബാൻ ദാദയുടെ അല്ല അപ്പോഴും അവിടെ വന്നിട്ടുണ്ട്. ഈ അള്ളയെ നോക്കിയിട്ടാണ് ദാദ ജപക്തി ആഖ്യ എന്ന് പറഞ്ഞാല് അദ്ദേഹം ഇങ്ങനെ കണ്ണടക്കുകയും തുറക്കുകയും ചെയ്യുന്നത്, കണ്ണടച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം പറയുന്ന ഈ നമാസിന്റെ വാക്കുകള് ഈ അള്ളയോട് സംസാരിക്കുന്നതായിട്ടാണ് റൈറ്ററിന് ചെറുപ്പത്തിൽ തോന്നാറുള്ളത്. एक दिन बचपन के आवेश में मैंने उनसे पूछ भी लिया सुबान दादा आपने कभी अल्लाह को देखा है. ഒരു ദിവസം ആ ചെറുപ്പത്തിലെ ഒരു ആവേശത്തില് റൈറ്റർ സുബാൻ ദാദയുടെ അടുത്ത് ചോദിച്ചു, താങ്കൾ എപ്പോഴെങ്കിലും അല്ലയെ കണ്ടിട്ടുണ്ടോന്ന്. യഹ് ക്യാ കഹ രഹേ ഹോ ബബുവ ഇൻസാൻ ഇൻ ആഖോं से अल्लाह को देख नहीं सकता. അപ്പൊ സുബാൻ ദാദ ചോദിച്ചു, എന്താ കുട്ടി നീ പറയണത്, മനുഷ്യന്മാർക്ക് ഈ കണ്ണു വെച്ചിട്ട് അല്ലേനെ കാണാനൊന്നും പറ്റില്ല എന്ന്. मुझे धोखा मत दीजिए दादा मैं सब देखता हूँ. आप रोज आधी मूंदी आंखों से उन्हें देखते हैं, उनसे बुदबुदाकर बातें करते हैं. हाँ हाँ मुझे चमका दे रहे हैं आप. അപ്പോ അദ്ദേഹം പറയാണ്, എന്നെ ഇങ്ങനെ ചതിക്കരുത്, ധോക്കാതേനെന്ന് പറഞ്ഞാൽ ചതിക്കുക എന്നാണ്. ദാദാ ഞാൻ കണ്ടിട്ടുണ്ട് താങ്കള് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഹാഫ് കണ്ണടച്ചിട്ട്, ആഖെ ആദി മൂന്നാന്ന് വെച്ച് കഴിഞ്ഞാല് പകുതി കണ്ണടച്ചിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ അദ്ദേഹത്തോട് അല്ലയോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, എന്നെ പറ്റിക്കാനൊന്നും നോക്കണ്ടെന്ന് പറയാണ്. मैं उनसे बातें करूंगा मेरी ऐसी तकदीर कहाँ, सिर्फ रसूल की उनसे बातें होती थी बबुआ, ये बातें कुरान में लिखी है. അപ്പോ സുബാൻ ദാദ പറയാണ്, എനിക്ക് അദ്ദേഹത്തെ കാണാനുള്ള ഭാഗ്യമൊന്നുമില്ല, അദ്ദേഹത്തിനായിട്ട് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റിയിരുന്നത് റസൂലിന് മാത്രമാണ്, ഈ കാര്യങ്ങളൊക്കെ ഖുറാനിൽ എഴുതിയിട്ടുണ്ടെന്ന്. അച്ഛാ ദാദാ ക്യാ ആപ്കെ റസൂൽ സാഹബ് കി ഭി ദാടി थी. അപ്പൊ നിങ്ങളുടെ റസൂൽ സാഹബിനും താടി ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് കുട്ടി. हाँ हाँ थी बड़ी खूबसूरत लंबी सुनहली, अब भी उनकी दाढ़ी के कुछ बाल मक्का में रखे हैं, हम अपने तीरथ में उन बालों के भी दर्शन करते हैं. അപ്പൊ കുട്ടി ചോദിക്കുകയാണ്, നിങ്ങളുടെ ഈ റസൂൽ എന്ന് പറയുന്ന ആൾക്കും വലിയ താടി ഉണ്ടായിരുന്നു എന്ന്. അപ്പൊ സുബാൻ ദാദ പറയാണ്, അതായത് നല്ല വലിയ നല്ല ഭംഗിയുള്ള താടിയായിരുന്നു, അതിന്റെ ഒരു ബാക്കി എന്ന് പറയുന്നത് പോലെ ഇപ്പോഴും മക്കയിലുണ്ട്, നമ്മളവിടെ തീർത്ഥയാത്രയ്ക്ക് പോകുമ്പോഴും നമുക്കത് കാണാൻ പറ്റുന്നു. बड़ा होने पर जब मुझे दाढ़ी होगी मैं भी दाढ़ी रखाऊंगा दादा खूब लंबी दाढ़ी. അപ്പൊ കുട്ടി പറയാണ്, ഞാൻ വലുതായിട്ട് എന്റെ താടി വളരുമ്പോൾ ഞാൻ വലിയ താടി വയ്ക്കും, നല്ല നീളത്തിൽ താടി വയ്ക്കുന്നു. सुबान दादा ने मुझे उठाकर गोद में ले लिया, फिर कंधे पर चढ़ाकर इधर उधर घुमाया, तरह तरह की बातें सुनाई, कहानियां कही. അപ്പോൾ കുട്ടീനെ എടുത്തിട്ട് സുബാൻ ദാദ കളിപ്പിക്കുകയാണ്, ഇങ്ങനെ കറക്കി കറക്കി കൊണ്ട് നടക്കുകയാണ്, എന്നിട്ട് കുറെ കഥകളൊക്കെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. मेरा मन बहलाकर वह फिर अपने काम में लग गए. मुझे मालूम होता था काम और अल्लाह यही दो चीजें संसार में उनके लिए सबसे प्यारी है. അപ്പോൾ കുട്ടീനെ കുറച്ചു നേരം കളിപ്പിച്ചിട്ട് അവിടെ വെച്ചിട്ട് അദ്ദേഹം വീണ്ടും ജോലി ചെയ്യും. അപ്പോഴാണ് കുട്ടിക്ക് റിയലൈസേഷൻ ഉണ്ടായത്, എന്താണ് ഈ ലോകത്തില് ജോലി അതുപോലെ അല്ല, ഈ രണ്ട് കാര്യമാണ് സുബാൻ ദാദയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളത്. संसार എന്ന് വെച്ചാൽ ലോകം എന്നാണ് കേട്ടോ. काम करते हुए अल्लाह को नहीं भूलते थे और अल्लाह से फुर्सत पाकर फिर जट काम में जुट या जुत जाना अपना पवित्र कर्तव्य समझते थे. അപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോലിയും മറക്കില്ല, ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലേനെയും മറക്കില്ല, രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരാളായിരുന്നു
सुभान दादा। और काम और अल्लाह का यह सामंजस्य उनके दिल में प्रेम की व मंदाकिनी बहाता रहता था, जिसमें मेरे जैसे बच्चे भी बड़े मजे में डुबकियां लगा सकते थे, ചുപ്കിയാ ले सकते थे. അപ്പോൾ ഈ ഒരു ജോലി അതുപോലെ അല്ല എന്നുള്ള ഈ ഒരുമിച്ചുള്ള അവസ്ഥ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു വാട്ടർഫോൾ തന്നെ ഉണ്ടാക്കിയിരുന്നു. അതിൽ എന്നെ പോലുള്ള കുട്ടികൾക്ക് മുങ്ങി കുളിക്കുകയും അതുപോലെ തന്നെ കളിക്കുകയൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നു. नानी ने कहा सवेरे नहा खा लो, आज तुम्हें हुसैन साहब के पैक में जाना होगा, സുബാൻ ഖാ ആते ही होंगे. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ നാനി പറഞ്ഞു, പെട്ടെന്ന് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്നോളൂ, ഇന്ന് നിനക്ക് ഹുസൈൻ സാഹബിന്റെ അവിടേക്ക് പോകേണ്ടതല്ലേ, അപ്പോൾ സുബാൻ ഖാ പെട്ടെന്ന് തന്നെ വരുന്നുണ്ടാവും, നീ വേഗം എല്ലാം റെഡിയാക്കിയിട്ട് നിൽക്കാൻ പറയാണ്. जाने कितने देवताओं की मनौती के बाद माँ ने मुझे प्राप्त किया था, ഉന്മേ ഏക് ഹുസൈൻ സാഹബ് ബി ഥേ. അപ്പോൾ ഏതൊക്കെയോ ദേവതകളുടെ അടുത്ത് നേർച്ച നേർന്നിട്ടാണ് അമ്മ എന്നെ നേടിയെടുത്തത്. അപ്പം അതിലൊരു ഹുസൈൻ സാഹബ് ഉണ്ടായിരുന്നു. 9 साल की उम्र तक जब तक जनेऊ नहीं हो गया था, मुहर्रम के दिन मुसलमान बच्चों की तरह मुझे भी ताजिए के चारों ओर रंगीन छड़ी लेकर कूदना पड़ा है और गले में गंडे പെഹന്നെ പടേ ഹെ. അപ്പോൾ റൈറ്ററിന് ഒരു 9 വയസ്സാവുന്നത് വരെ മുഹറത്തിന്റെ ദിവസം മറ്റു മുസ്ലിം കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരാറുണ്ട്. ഈ ഖബറിന്റെ ചുറ്റും കളർഫുൾ ആയിട്ടുള്ള ഒരു വടിയെടുത്തിട്ട് ഇങ്ങനെ ചാടി കളിക്കേണ്ടിക്ക് വരാറുണ്ട്. അതേപോലെ തന്നെ കഴുത്തിലെ ഒരു മന്ത്രച്ചരട് കെട്ടേണ്ടതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. मुहर्रम उन दिनों मेरे लिए कितनी खुशी का दिन था, नए कपड़े पहनना, उछलना कूदना, नए नए चेहरे और तरह तरह के खेल देखना, धूम धक्कड़ में किस तरह 4 पहर गुजर जाते. इस मुहर्रम के पीछे जो रोमांचकारी हृदय को पिघलाने वाली करुण रस से भरी दर्द अंगेज घटना छिपी है, उन दिनों उसकी खबर भी कहाँ थी. അപ്പോൾ അന്നൊക്കെ റൈറ്ററിന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ മുഹറം എന്ന് പറയുന്ന ഒരു സമയം. കാരണം പുതിയ ഡ്രസ്സ് കിട്ടും, ഇങ്ങനെ കളിച്ച് തുള്ളിച്ചാടി നടന്നാൽ മതി, അതേപോലെ തന്നെ കുറേ പുതിയ ആൾക്കാരെ കാണാൻ വേണ്ടി പറ്റും, അവരുടെ കൂടെ കളിക്കാൻ വേണ്ടി പറ്റും, കറങ്ങി നടക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ആ സമയം പോകുന്നതേ അറിയാറില്ല. അപ്പോൾ ഈ മുഹറത്തിന്റെ ഇത്രയും സന്തോഷമായിട്ടുള്ള സമയത്തില് ഇങ്ങനെ ഒരു വിഷമകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല എന്നുള്ളതാണ്. ഖൈർ मैं नहा धोकर पहन ओढ़कर इंतजार ही कर रहा था कि സുബാൻ ദാദ पहुंच गए, मुझे कंधे पर ले लिया और अपने गांव में ले गए. അങ്ങനെ ഞാൻ അവിടെ റെഡി ആയിട്ട് നിൽക്കായിരുന്നു. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സുബാൻ ദാദ വന്നിട്ട് എന്നെ എടുത്ത് ഷോൾഡറിൽ എടുത്തു വെച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലേക്ക്. ഉൻകാ ഘർ ക്യാ ഥാ, ബച്ചോ കാ അഖാഡ ബനാ ഹുവാ ഥാ. അദ്ദേഹത്തിന്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ ഒരു കളരി പോലെയാണ്. പോത്തെ പോത്തിയോ നാത്തി നാത്തിനോ കി ഭർമാർ थी उनके घर में. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരുപാട് പേരക്കുട്ടികൾ ഉണ്ടായിരുന്നു. मेरी ही उम्र के बहुत बच्चे रंगीन कपड़ों में सजे धजे सब मानो मेरे ही इंतजार में. എന്റെ പ്രായത്തിലുള്ള കുറെ കുട്ടികൾ ഉണ്ടായിരുന്നു. ഇതേപോലെ തന്നെ കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ചെയ്തിട്ട് അവരിങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലെയാണ് കാണുന്നത്. जब पहुंचा, सुबान दादा की बूढ़ी बीवी ने मेरे गले में एक बद्दी डाल दी, कमर में गंडी बांध कर दी, हाथ में 2 लाल छड़ियां दे दी और उन बच्चों के साथ मुझे लिए दिए करबला की ओर चली. അങ്ങനെ സുബാൻ ദാദയുടെ ആ പ്രായം ചെന്ന ബീവി, അദ്ദേഹത്തിന്റെ ഭാര്യ, എൻ്റെ കഴുത്തില് ഒരു ചരട് കെട്ടി തന്നു, എൻ്റെ വേസ്റ്റിൽ ഒരു മണി കെട്ടി തന്നു, അതുപോലെ തന്നെ കയ്യില് ഒരു റെഡ് കളറിലുള്ള വടി തന്നു. എന്നിട്ട് അവിടെയുള്ള അവരുടെ ആ ഗ്രാൻഡ് ചിൽഡ്രന്റെ ഒക്കെ കൂടെ എന്നെയും ഒരു സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടു. दिन भर उछला कूदा, तमाशे देखे, मिठाइयाँ उड़ाई और शाम को फिर സുബാൻ दादा के कंधे पर घर पहुंच गया. അങ്ങനെ ഫുൾ ഡേ ഇങ്ങനെ ചാടി തുള്ളി കളിച്ച് നടന്നു. എന്നിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തു. എന്നിട്ട് സുബാൻ ദാദയുടെ കൂടെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ईद बकरीद को ना सुबान दादा हमें भूल सकते थे, ना होली दिवाली को हम उन्हें. होली के दिन नानी अपनी हाथों से पुए, खीर और ഗോഷ്ത് പരോസ് കർ സുബാൻ ദാദാക്കോ ഖിലാത്തി. അങ്ങനെ ഈദ് ബക്രീദിന്റെ ദിവസങ്ങളിൽ ഒരിക്കലും സുബാൻ ദാദ ഞങ്ങളെ മറക്കാറില്ല. അതേപോലെ തന്നെ ഹോലി ദിവാലി പോലത്തെ ദിവസങ്ങളിൽ ഞങ്ങൾ അവരെയും മറക്കാറില്ല. ഹോലിയുടെ ദിവസങ്ങളിൽ നാനി സ്വയം ഉണ്ടാക്കിയ പൂവെ, അതുപോലെ തന്നെ പൂവെ എന്ന് പറയുന്നത് ഒരു ഡിഷാണ്, അതേപോലെ തന്നെ ഖീർ,
പായസം, ഗോഷ്ത് എല്ലാം ഓരോ തരം പക്വാനാണ്. അതൊക്കെ നാനി സ്വയം ഉണ്ടാക്കിയിട്ട് നാനി തന്നെ വിളമ്പി കൊടുക്കാറുണ്ട് സുബാൻ ദാദയ്ക്ക്. और तब मैं ही अपने हाथों से अबीर लेकर उनकी दाढ़ी में मलता. एक बार जब उनकी दाढ़ी रंगीन बन गई थी, मुझे പുറാനി ബാത്തെ യാദ് ആ ഗയി थी. അപ്പോൾ കുട്ടി തന്നെയാണ് അദ്ദേഹത്തിന്റെ ദാടിയിൽ ഓരോന്നൊക്കെ പുരട്ടി കൊടുക്കാറുള്ളത്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ദാടി ഇങ്ങനെ രംഗീന്ന് വെച്ചാൽ കളർ ഉള്ളതായിട്ട് മാറിയപ്പോൾ, അങ്ങനെ അദ്ദേഹത്തിന്റെ ദാടി കളർ ഉള്ളതായിട്ട് മാറിയപ്പോഴാണ് എനിക്ക് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നത്. സുബാൻ ദാദ റസൂൽ കി ദാടി ബി തോ ऐसी ही रंगीन रही होगी. അപ്പോഴാണ് കുട്ടി വീണ്ടും ചോദിക്കുന്നത്, സുബാൻ ദാദ ഇതേപോലെ കളർ ഉള്ളത് തന്നെയായിരുന്നില്ലേ റസൂലിന്റെ ദാടിയെന്ന്. ഉസ് पर अल्लाह ने ही रंग दे रखा था बबुआ, अल्लाह की उन पर खास मेहरबानी थी. उनके सा നസീബ ഹം മാമൂലി ഇൻസാനോ കാ കഹാ. സുബാൻ ദാദ പറയാണ്, അദ്ദേഹത്തിന്റെ ദാടി, റസൂലിന്റെ ദാടി സ്വയം അല്ലാ തന്നെയാണ് ഇങ്ങനെ കളർ ചെയ്തത്. അദ്ദേഹത്തിന്റെ മുകളിൽ ദൈവത്തിന്റെ വലിയൊരു കൃപ ഉണ്ടായിരുന്നു. മെഹർബാനി ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃപ ഉണ്ടായിരുന്നു എന്നാണ്. ഉൻകെ സ നസീബ, അദ്ദേഹത്തിന്റെ പോലത്തെ ഭാഗ്യം ആർക്കാണുള്ളത്? ഞങ്ങളെ പോലുള്ള സാധാരണ മനുഷ്യർക്ക് ഇല്ലല്ലോ എന്ന് പറയാണ്. ऐसा कहकर जट आंखें मूंदकर कुछ बुदबुदाने लगे जैसे वह ध्यान में उन्हें देख रहे हो. അങ്ങനെയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം കണ്ണടച്ചിട്ട് എന്തൊക്കെയോ ഇങ്ങനെ പറയാൻ വേണ്ടി തുടങ്ങി. അദ്ദേഹത്തിന്റെ ധ്യാനത്തിൽ റസൂലിനെയും അല്ലേനെയൊക്കെ കാണുന്നത് പോലെ. मैं भी कुछ बड़ा हुआ उधर दादा भी आखिर हज कर ही आए. अब मैं बड़ा हो गया था लेकिन उन्हें चुहारे की बात भूली नहीं थी. അങ്ങനെ റൈറ്റർ കുറച്ച് വലുതായി, സുബാൻ ദാദ ഹജ്ജിന് പോയിട്ട് വരികയും ചെയ്തു. അപ്പോഴത്തേനും സുബാൻ ദാദ ചുഹാരയുടെ കാര്യം മറന്നിട്ടുണ്ടായിരുന്നില്ല. ജബ് मैं छुट्टी में शहर के स्कूल से लौटा दादा यह അനുപം സൗഗാത്ത് ലേക്കർ പਹੁंचे. ഞാൻ വെക്കേഷന് വേണ്ടിയിട്ട് ടൗണിലത്തെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പം ഈ ഗിഫ്റ്റ് ഒക്കെ കൊണ്ട് സുബാൻ ദാദ വന്നിരുന്നു. इधर उनके घर की हालत भी अच्छी हो चली थी. दादा के पुण्य और लायक बेटों की मेहनत ने काफी पैसे इकट्ठे कर लिए थे. അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ വീട്ടിലത്തെ കണ്ടീഷൻസ് ഒക്കെ ഇംപ്രൂവ് ആയി. അദ്ദേഹം നേടിയ പുണ്യവും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മക്കള് സമ്പാദിച്ച കാര്യങ്ങളും പൈസയും ഒക്കെ കൊണ്ട് അവരുടെ വീട്ടിലത്തെ കണ്ടീഷൻസ് ബെറ്റർ ആയി. ലേക്കിൻ ഉൻമേ വഹി വിനമ്രത और सज्जनता थी. आए पहले की ही तरह शिष्टाचार निभाहा फिर छुहारे निकाले मेरे हाथ में रख दिए. അങ്ങനെ അദ്ദേഹത്തിന് ഇപ്പോൾ കണ്ടീഷൻസ് ഇംപ്രൂവ് ആയി എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെതായ ഒരു മാറ്റം വന്നിട്ടില്ല. ഇപ്പോഴും അത്രയും വിനയത്തോടെ തന്നെയാണ് പെരുമാറുന്നത്. എന്നിട്ട് ഈ ചുഹാരെ പുറത്തേക്ക് എടുത്തിട്ട് എൻ്റെ കയ്യിൽ വെച്ചിട്ട് പറഞ്ഞു, ബബുआ ये आपके लिए खास अरब से लाया हूँ, याद है ना, आपने इसकी फरमाइश की थी. അപ്പോൾ ഇത് ബാബ, ഞാനിത് അറബ് നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നതാണ്, നീ ഇതിന് വേണ്ടിയിട്ട് ഇതിന്റെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ഫർമായിഷ് കാരണം എന്ന് വെച്ചാൽ ആഗ്രഹം പ്രകടിപ്പിക്കുക. ഉൻകെ നഥൂനെ ആനന്ദാതിരേഗ് സെ ഹിൽ രഹേ ഥേ. അദ്ദേഹത്തിന്റെ ആ മൂക്ക് ഇങ്ങനെ സന്തോഷം കൊണ്ട് ഇങ്ങനെ ഇളകുന്നുണ്ടായിരുന്നു എന്നാണ് റൈറ്റർ പറയുന്നത് ഈ ഗിഫ്റ്റ് റൈറ്ററിന് കൊടുത്തപ്പോൾ. छुआरे लिए सिर चढ़ाया, खाशिश हुई, आज फिर मैं बच्चा हो पाता. और कंधे पर लिपट कर उनकी सफेद दाढ़ी में जो अब सचमुच नुरानी हो चली थी उंगलियां घुसाकर उन्हें दादा दादा कहकर पुकार उठता. അങ്ങനെ ഈ ഡ്രൈഡ് ഡേറ്റ്സ് വാങ്ങിയപ്പോഴാണ് റൈറ്ററിന്റെ മനസ്സിൽ തോന്നിയത്, എനിക്ക് ഇനിയും ഒരിക്കൽ കൂടി ആ കുട്ടിയാവാൻ പറ്റുകയായിരുന്നെങ്കിൽ, ഈ സുബാൻ ദാദയെ ദാദാ ദാദാ എന്ന് വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ താടിയിലൂടെ വിരലോടിക്കാൻ പറ്റുന്ന ആ കുട്ടിയായിട്ട് മാറാൻ പറ്റുകയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അദ്ദേഹത്തിന് തോന്നാണ്. ലേക്കിൻ നാ മൈ അബ് ബച്ചാ ഹോ സക്താ ഥാ നാ ജബാൻ മേ വ മാസൂമിയത്ത് ഓർ പവിത്രത രഹ ഗയി ഥി. അപ്പോൾ എനിക്ക് ആ കുട്ടിയാവാൻ പറ്റില്ല എന്നും അതുപോലെ തന്നെ എൻ്റെ വാക്കുകളിൽ ആ നിഷ്കളങ്കത, മാസൂമിയത്ത് എന്ന് വെച്ചാൽ കുട്ടിത്തം, നിഷ്കളങ്കത എന്നാണ്, അതുപോലെ ആ പവിത്രത ഇനി ഒരിക്കലും ഉണ്ടാവില്ല. പണ്ടത്തെ പോലെ ആ കുട്ടിയായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന പോലത്തെ ഒരു കണ്ടീഷനിൽ ഉണ്ടാവില്ല എന്ന് എനിക്ക് മനസ്സിലായി. अंग्रेजी स्कूल के वातावरण ने अजीब स्वाभाविकता हर बात में ला दी थी, पर हाँ शायद एक ही चीज अब भी पवित्र रह गई थी. आंखों में आंसू की छलकन से अपने को पवित्र कर चुपचाप ही उनके चरणों में श्रद्धांजलि चढ़ा दी. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ ഇങ്ങനെ നിന്ന് പഠിച്ചിട്ട് അതിൽ എല്ലാ കാര്യങ്ങളിലും ഒരു അജീബ്, സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു അസ്വാഭാവികത തോന്നാൻ വേണ്ടിയിട്ട് എനിക്ക് തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം ഇപ്പോഴും ഉണ്ട്,
എന്തെങ്കിലും കാണുമ്പോൾ ഇമോഷണൽ ആകുമ്പോൾ കണ്ണിൽ നിന്നും വരുന്ന ആ കണ്ണുനീര്, അപ്പോൾ പവിത്രമായ ആ കണ്ണുനീര് കണ്ണിൽ ഒതുക്കിക്കൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ കാല് തൊട്ട് വന്ദിച്ചു. ഹജ്ജ് से लौटने के बाद सुभान दादा का ज्यादा वक्त नमाज बंदगी में ही बीतता. दिन भर उनके हाथों में तस्बीह के दाने घूमते और उनकी जबान अल्लाह की रट लगाए रहती. अपने जवार भर में उनकी बुजुर्गी की ധാക് തീ. അങ്ങനെ അവിടെ ഹജ്ജിന് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം എപ്പോഴും ഇങ്ങനെ പ്രയേഴ്സിൽ തന്നെ ഇൻവോൾവ് ആയിട്ട് നിൽക്കാൻ വേണ്ടി തുടങ്ങി. അതേപോലെ തന്നെ കൂടുതലും ഈ പ്രാർത്ഥനയിലാണ് അദ്ദേഹം ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലയെ ആരാധിച്ചുകൊണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ഈ ഒരു വാർദ്ധക്യത്തിന്റെ മഹത്വം എല്ലാരിലും പ്രസിദ്ധമായി മാറിയിരിക്കുന്നു. ബഡേ ബഡേ ജഗഡോ की पंचायतों में दूर दूर के हिंदू मुसलमान उन्हें पंच मुकर्रर कहते. उनकी ईमानदारी और दयानतदारी की कुछ ऐसी ही धूम थी. അപ്പോൾ മുസ്ലിംസ് ആയാലും ഹിന്ദുസ് ആയാലും എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അഡ്വൈസ് തേടാൻ വേണ്ടിയിട്ടാണ് വരിക, അദ്ദേഹത്തെയാണ് സമീപിക്കുക. അത്രയും അദ്ദേഹത്തിന്റെ ദയയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ഈമാൻദാരി, അദ്ദേഹത്തിന്റെ സത്യസന്ധതയെ കുറിച്ചൊക്കെ ആളുകൾക്ക് അറിയായിരുന്നു. അത്രയും ആൾക്കാർ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിനെ വാല്യൂ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. സുബാൻ ദാദാ का एक अरमान था मस्जिद बनाने का. मेरे मामा का मंदिर उन्होंने ही बनाया था. उन दिनों वह साधारण राज थे तो भी कहा करते അല്ലാ നെ ചാഹാ തോ മേ എക് മസ്ജിദ് ജറൂർ ബനാഊംഗ. അദ്ദേഹത്തിന്റെ സുബാൻ ദാദയുടെ ഒരു ആഗ്രഹമായിരുന്നു ഒരു മസ്ജിദ് ഉണ്ടാക്കണമെന്ന്. എൻ്റെ മാമയുടെ മന്ദിർ അദ്ദേഹമാണ് ഉണ്ടാക്കിയത്. ആ സമയത്ത് അദ്ദേഹം ഇങ്ങനെ പറയാറുണ്ട്, അല്ലാഹു വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം ഞാനും ഒരു മസ്ജിദ് ഉണ്ടാക്കുമെന്ന്. അല്ലാ ने चाहा और वैसा दिन आया. उनकी मस्जिद भी तैयार हुई. गांव के ही लायक एक छोटी सी मस्जिद लेकिन बड़ी ही खूबसूरत. അങ്ങനെ അല്ലാ അത് വിചാരിച്ചു എന്ന് തോന്നുന്നു, കാരണം അദ്ദേഹത്തിന് ഒരു മസ്ജിദ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഗ്രാമത്തിന് അനുയോജ്യമായിട്ടുള്ള ചെറിയ ഒരു നല്ല ഭംഗിയുള്ള ഒരു മസ്ജിദാണ് ഉണ്ടാക്കിയത്. दादा ने अपनी जिंदगी भर की आर्जित कला इसमें खर्च कर दी थी. हाथ में इतनी ताकत नहीं रह गई थी कि अब खुद खडनी और बसूल पकड़े, लेकिन दिन भर बैठे बैठे एक एक ईंट की जुड़ाई पर ध्यान रखते और उसके भीतर भीतर जो बेल बूट काढ़े गए हैं उनके सारे नक्शे उन्होंने ही खींचे थे और उनमें से एक एक का काढ़ा जाना उनकी ही बारीक निगरानी में हुआ था. അപ്പൊ ഈ ഒരു പാരഗ്രാഫൊക്കെ വേർഡ് ബൈ വേർഡ് മീനിങ് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഒരു ഓവറോൾ മീനിങ് പറയാം. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇപ്പൊ നല്ല പ്രായമായിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് സ്വയം ഈ വർക്ക് കൺസ്ട്രക്ഷന്റെ ജോലിയൊന്നും തന്നെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹം അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള പ്ലാനൊക്കെ ഫോർമുലേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ജോലിക്കാര് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലെ ഓരോ മെറ്റീരിയൽസും സൂക്ഷിച്ച് അദ്ദേഹം ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു, ഒരു മിസ്റ്റേക്കും അതിൽ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അത്രയാണ് ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. മേരെ മാമാജി കെ ബഗീचे में शीशम, सखुए, कटहल आदि इमारतों में काम आने वाले पेड़ों की भरमार थी. मस्जिद की सारी लकड़ी हमारे ही बगीचे से गई है. ഈ റൈറ്ററിന്റെ മാമാജിയുടെ തോട്ടത്തില് കൺസ്ട്രക്ഷന് ഉപയോഗിക്കാൻ പറ്റിയ തരത്തിലുള്ള മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്ലാവ്, അതല്ലാണ്ട് റോസ് വുഡ് ട്രീ, അങ്ങനെ കുറെ മരങ്ങൾ. അപ്പൊ ഈ മസ്ജിദ് പണിയാൻ വേണ്ടിയിട്ടും അവിടുന്ന് തന്നെയാണ് ഈ മരങ്ങളൊക്കെ കൊണ്ടുപോയത്. ജിസ് ദിൻ മസ്ജിദ് തയ്യാർ ഹുയി थी, സുബാൻ दादा ने जवार भर के प्रतिष्ठित लोगों को न्योता दिया था. जुमा का दिन था. जितने मुसलमान थे सबने उसमें नमाज पढ़ी थी. जितने हिंदू आए थे उनके सत्कार के लिए दादा ने हिंदू हलवाई रखकर तरह तरह की मिठाइयाँ बनवाई थी. पान इलायची का प्रबंध किया था. अब तक भी लोग उस मस्जिद के उद्घाटन के दिन की दादा की मेहमानदारी ഭൂലെ നഹി ഹെ. അപ്പൊ ഈ മസ്ജിദ് ഉണ്ടാക്കി കഴിഞ്ഞ അന്ന് സുബാൻ ദാദ അവരുടെ നാട്ടിലെ എല്ലാ ആൾക്കാർക്കും ന്യോത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു. ന്യോത്ത എന്ന് വെച്ചാൽ ഇൻവിറ്റേഷൻ. എന്നിട്ട് അവിടുത്തെ ജുമയുടെ ദിവസമായിരുന്നു. അപ്പോൾ മുസ്ലിംസ് ഒക്കെ അവിടെ വന്നിട്ട് നമാസ് വായിച്ചു. അവിടെ എത്രയൊക്കെ ഹിന്ദുസ് ഉണ്ടായിരുന്നോ അവരുടെയൊക്കെ സൽക്കാരത്തിന് വേണ്ടിയിട്ട് സുബാൻ ദാദ എന്ത് ചെയ്തു, ഒരു ഹിന്ദു ഹൽവായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിഠായി ഒക്കെ ഉണ്ടാക്കുന്ന ആളാണ്. അപ്പൊ ഒരു ഹിന്ദു ഹൽവായിനെ വെച്ചിട്ട് അവർക്കുള്ള മിഠായികൾ, ഹിന്ദുസിനുള്ള മിഠായികളൊക്കെ ഉണ്ടാക്കി. അതേപോലെ തന്നെ മുറുക്കാനൊക്കെയുള്ള സാധനങ്ങളുടെ അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തു വെച്ചു. അങ്ങനെ അന്ന് ഈ മസ്ജിദിന്റെ ഉദ്ഘാടനത്തിന് സുബാൻ ദാദ ആൾക്കാരനെ സൽക്കരിച്ചതിനെ കുറിച്ചിട്ടുള്ള അന്നത്തെ
കുറെ നല്ല എക്സ്പീരിയൻസസ് ഇപ്പോഴും ആളുകൾ പറയാറുണ്ട്. അത്രയും നന്നായിട്ടായിരുന്നു അവിടുത്തെ സൽക്കാരം ഉണ്ടായിരുന്നത് എന്ന്. ജമാന മെഹമാൻദാരി എന്ന് വെച്ചാൽ സൽക്കാരം എന്നാണ് കേട്ടോ. ജമാന ബദ്ല മേ അബ് ഷെഹറോ മേ ഹി ജ്യാദാതർ രഹത. ടൈമൊക്കെ മാറിയിരിക്കുന്നു, ഞാനിപ്പോൾ കൂടുതലും ടൗണിലാണ് താമസിക്കുന്നത്. और शहर आए दिन हिंदू मुस्लिम दंगों के अखाड़े बन जाते हैं. അപ്പോൾ ഷെഹറിലാണെങ്കിൽ ഹിന്ദു മുസ്ലിംസ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റിന്റെ ഒരു സ്ഥലമാണ്. ഹാ ആയേ ദിൻ देखिएगा एक ही सड़क पर हिंदू मुसलमान चल रहे हैं, एक ही दुकान पर सौदे खरीद रहे हैं, एक ही सवारियों पर जानू ब जानू आ जा रहे हैं, एक ही स्कूൾ में पढ़ रहे हैं, एक ही दफ्तर में काम कर रहे हैं कि अचानक सबके सिर पर शैतान सवार हो गया. അപ്പൊ ഷെഹറിലാണെങ്കിൽ ആയേ ദിൻ എന്ന് വെച്ചാൽ ഓരോ ദിവസവും എന്നാണ്, അടുപ്പിച്ചിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാവാറുണ്ട്. നോക്കുമ്പോൾ ഒരേ സടക്ക്, ഒരേ റോഡിലാണ് ഹിന്ദു മുസൽമാനും കൂടി പോകുന്നത്, ഒരേ കടയിൽ നിന്നാണ് സാധനങ്ങൾ വാങ്ങുന്നത്, ഒരേ റിക്ഷയിലാണ് ഇവർ ട്രാവൽ ചെയ്യുന്നത്, ഒരേ സ്കൂളിലാണ് ഈ കുട്ടികൾ പഠിക്കുന്നത്, ഒരേ ഓഫീസിലാണ് ഇവർ വർക്ക് ചെയ്യണത്. പക്ഷെ പെട്ടെന്നാണ് എല്ലാവരുടെയും തലയിൽ ചെകുത്താൻ കയറിയതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവുക. हल्ला भगदड़ मारपीट खून खराबी आग लगी सारी खुराफातों की छूट, ना घर महफूज ना शरीर ना इज्जत, प्रेम भाईचारे और सहृदयता के स्थान पर घृणा विरोध और निशंस हत्या का उल्लंघन नृत्य. हल्ला भगदड़ मारपीट खून खराबी आग लगी, അതായത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവണം. ഇപ്പൊ ഖൂൻ ഖരാബി എന്ന് വെച്ചാൽ വെട്ടും കൊല്ലൊക്കെയാണ്, ആഗ്ലഗി എന്ന് വെച്ചാൽ തീ പിടിക്കുക, ഇങ്ങനത്തെ എന്തൊക്കെ ഖുറാഫാത്ത് എന്ന് വെച്ചാൽ ഇത്രയും ആൾക്കാരെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുകൊണ്ടിരിക്കും. നാ ഘർ മെഹഫൂസ്, മെഹഫൂസ് എന്ന് വെച്ചാൽ സേഫ് ആയിട്ടുള്ള പ്ലേസ്. നാ ഘർ മെഹഫൂസ് എന്ന് പറയുമ്പോൾ എന്താണ്, വീട് സുരക്ഷിതല്ല, ശരീർ സുരക്ഷിതല്ല. ഇസ്സത്ത്, ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ ഒരു റെസ്പെക്ട്, നമ്മളുടെ സെൽഫ് റെസ്പെക്ട് പോലും സുരക്ഷിതല്ല. ഇങ്ങനെ സ്നേഹത്തില് ഭായിചാര എന്ന് വെച്ചാൽ ഫ്രെറ്റേണിറ്റി, അതുപോലെ തന്നെ സഹൃദയത, ഇതിനൊക്കെ പകരം വെറുപ്പും വിരോധവും ഒക്കെയാണ് ഉള്ളത് ആളുകളുടെ ഇടയിൽ. ഷെഹറോ കി യ ബിമാരി ധീരെ ധീരെ ദേഹാത് മേ ഗുസ്നെ ലഗി. ഈ ടൗണിലത്തെ ഇത്തരം ഇങ്ങനത്തെ ഒരു അസുഖം ഇപ്പോ പൊതുവെ വില്ലേജസിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു. ഗായ് ഓർ ബാജെ കെ നാം പർ തക്രാറെ ഹോനെ ലഗി. ആനിമൽസിനെ കുറിച്ചിട്ട് വരെ ഇപ്പോ തർക്കങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജോ ജിന്ദഗി ഭർ കസായി ഖാനോ കെ ലിയെ അപ്നി ഗായെ ബേച്ചത്തെ രഹെ, വേ ഹി ഏക് ദിൻ കിസി ഏക് ഗായ് കെ കട്ടനെ കാ നാം സുൻകർ ഹി കിതനെ ഇൻസാനോ കെ ഗലെ കാട്ടനെ കോ തയ്യാർ ഹോനെ ലഗെ. കസായി ഖാനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കശാപ്പ് ശാലകള്. അപ്പോ ഏത് ആൾക്കാരാണോ കശാപ്പിന് വേണ്ടി മാത്രം പശുക്കളെ വളർത്തിയിരുന്നത്, അതേ ആൾക്കാർ തന്നെ ഇന്നൊരു പശുവിനെ കൊന്നു എന്ന് കേൾക്കുമ്പോൾ അതിനു വേണ്ടിയിട്ട് ജനങ്ങളുടെ, അതിനുവേണ്ടി മനുഷ്യന്മാരുടെ കഴുത്തു മുറിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഗല കാട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത്തു മുറിക്കാന്ന്. जिनके शादी ब्याह परब त्योहार बिना बाजे के नहीं होते, जो मुहर्रम की गमी के दिन भी बाजे गाजों की धूम किए रहते, अब वे ही अपनी मस्जिद के सामने से गुजरते हुए एक मिनट के बाजे पर खून की नदियां बहाने को उतारू हो जाते हैं. അതായത് ഇപ്പോൾ അത് മുസ്ലിംസിന്റെ കാര്യമാണ് പറയണത്. അവരുടെ ഷാദി ബ്യാല് പോലും വളരെയധികം ഇങ്ങനെ ബാൻഡ് ബാജ എന്ന് വെച്ചാൽ പാട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവണതാണ്, അവരുടെ പെരുന്നാളിനും അങ്ങനെയൊക്കെ ഉണ്ടാവണതാണ്. പക്ഷെ ഇന്ന് ഇവരുടെ മസ്ജിദിന്റെ മുന്നിൽ കൂടെ ഒരു ഷാദിയുടെ ബാൻഡ് ബാജ പോണ് കണ്ടു കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ടും ചോരയുടെ നദികൾ ഒഴുക്കാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് ഒരു മടിയില്ലാന്ന്. കുച്ച് പണ്ഡിതോ കി ബൻ ആയി, കുച്ച് മുല്ലാവോ കി ചൽത്തി ബനി, संगठन और तजीम के नाम पर फूट और कलह के बीज बोए जाने लगे. लाठियां उछली, छुरे निकले, खोपड़ियां फूटी, अंतड़ियां बाहर आई, कितने नौजवान मरे, घर फूके, बाकी बच गए, खेद खलिहान, सो अंग्रेजी अदालत के खर्चे में पीछे कुर्क हुए. ഇനി പറയണത് ഇപ്പൊ പണ്ഡിതർക്കും മുല്ലകൾക്കും ഒക്കെ ഇപ്പൊ പ്രോബ്ലം ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇടയിലിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അപ്പൊ അത് മതത്തിന്റെ പേരിലുള്ള കലഹങ്ങളാണ് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ലാഠികൾ പുറത്തെടുക്കുന്നു, ചുരി എന്ന് വെച്ചാല് കത്തി പുറത്തെടുക്കുന്നു, കോപ്പിടി എന്ന് വെച്ചാൽ സ്കള്ളാണ്, ഈ സ്കള്ള് പൊട്ടിക്കുന്നു, അടിച്ചു പൊട്ടിക്കുകയാണ്. അതേപോലെ തന്നെ കുടല്, അന്തടിയാന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ ഇൻറ്റസ്റ്റൈനൊക്കെ പുറത്തിടുന്നു. അത്രയ്ക്കും അവിടെ വെട്ടും കുത്തും കൊലപാതകമാണ് നടക്കുന്നത്. അങ്ങനെ ഒരുപാട് നോജവാൻ എന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ യങ്സ്റ്റേഴ്സ് മരിച്ചു. പിന്നെ കുറേച്ച ആൾക്കാർ അവിടെ രക്ഷപ്പെട്ടു, ബാക്കിയായി
പിന്നെ അംഗ്രേസി സർക്കാരിന്റെ ചൂഷണം കൊണ്ട് കുറെ പേരുടെ വീടുകളും ജപ്തി ചെയ്യപ്പെട്ടു. അങ്ങനത്തെ പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഖബർ ഫैली इस साल सुभान दादा के गांव के मुसलमान भी कुर्बानी करेंगे. जवार में मुसलमान कम थे लेकिन उनके जोश का क्या कहना. इधर हिंदुओं की जितनी गाय पर ममता न थी उससे ज्यादा अपनी तादाद पर घमंड था. तनातनी का बाजार गर्म. खबर यह भी फैली कि സുബാൻ ഖാൻ की मस्जिद में ही കുർബാനി होगी. അപ്പം സുബാൻ ദാദയുടെ മസ്ജിദിലും ഇങ്ങനെ ബലിയർപ്പണം ഇപ്രാവശ്യം നടത്തുന്ന തീരുമാനിച്ചു. അവരുടെ നാട്ടിൽ മുസ്ലിംസ് കുറവായിരുന്നു. പക്ഷെ ഹിന്ദുക്കളുടെ കേസാണെങ്കിൽ അവർക്ക് ഈ പശുക്കളോട് എത്രത്തോളം മമത ഉണ്ടായിരുന്നോ അതിനേക്കാളും അഹങ്കാരമാണ് അവരുടെ എണ്ണ കൂടുതലുള്ളതില്. ഘമണ്ട് എന്ന് വെച്ചാൽ അഹങ്കാരം എന്നാണ്. അങ്ങനെ തനാതനി എന്ന് വെച്ചാൽ പിരിമുറുക്കം. അങ്ങനെ ആ നാട്ടിലെ പിരിമുറുക്കം കൂടിക്കൊണ്ടേയിരുന്നു. അതുപോലെ തന്നെ സുബാൻ ദാദയുടെ മസ്ജിദില് ഇപ്രാവശ്യം ബലിയർപ്പണം നടക്കും എന്നുള്ള ന്യൂസ് വൈഡ് സ്പ്രെഡ് ആവാൻ വേണ്ടി തുടങ്ങി. സുബാൻ ഖാൻ की मस्जिद में कुर्बानी नहीं, ऐसा नहीं हो सकता. സുബാൻ ദാദയുടെ മസ്ജിദിൽ കുർബാനിയോ അതൊരിക്കലും നടക്കില്ല എന്നാണ്. अगर हुई तो क्या होगा, हमारी नाक कट जाएगी. लोग क्या कहेंगे, इतने हिंदुओं के रहते गोमाता के गले पर छुरी लगी. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കൊക്കെ ഇവിടെ ജീവിക്കാൻ പറ്റുമെന്നാണ് ഹിന്ദുസ് വിചാരിക്കുന്നത്. ഇത്രയധികം ഹിന്ദുസ് ഉണ്ടായിട്ട് ഗോമാതയെ അറക്കുകയാണ്. छुरी से गो माता को बचाना है तो गौरा गौरी के कसाई खाने पर हम धावा बोले, और अगर सचमुच जोश है तो चलिए मुजफ्फरपुर अंग्रेजी फौज की छावनी पर ही दावा बोले. कसाई खाने में तो बूढ़ी गायें कटती है, छावनी में तो मोटी ताजी ബച്ചിയാ ഹി കാട്ടി ജാത്തി ഹെ. അപ്പോ ഈ ബലി കൊടുക്കണത് നിർത്തണമെന്നുണ്ടെങ്കിൽ ഗോറ ഗോറിയുടെ കസായി ഖാന എന്ന് പറയുന്നത് ഈ കശാപ്പ് ശാല, അവിടെ പോയിട്ട് നമുക്ക് ആക്രമണം നടത്താം. ഇനിയിപ്പോ അതും പോരെങ്കിൽ നമുക്ക് ബ്രിട്ടീഷുകാരുടെ സേനയുടെ അവിടെ പോയിട്ട് നമുക്ക് ആക്രമണം നടത്താം, താവളത്തിൽ പോയിട്ട്. കസായി ഖാനയില് സാധാരണ നല്ല പ്രായം ചെന്ന പശുക്കളെയാണ് അറക്കണത്. പക്ഷെ ഈ ബ്രിട്ടീഷുകാരുടെ താവളത്തിലൊക്കെ നല്ല ചെറിയ കുട്ടികളെയാണ്, പശുക്കുട്ടികളെയൊക്കെയാണ് അറക്കണത്. ലേക്കിൻ വേ തോ ഹമാരി ആഖോ സെ ദൂർ ഹെ, ദേഖ്തേ ഹുവേ മക്കി കൈസെ നിഗ്ലി ജായേഗി. അപ്പോ ഇവര് പറയാണ് അത് നമ്മളുടെ അടുത്തുനിന്ന് ഒരുപാട് ദൂരെയാണല്ലോ, അതെങ്ങനെയാ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാന്ന്. മാഫ് കീജിയെ, ദൂർ നസ്ദീക് की बात नहीं है, बात है हिम्मत की, ताकत की. छावनी में आप नहीं जाते हैं इसलिए कि वहां सीधे तोप के मुंह में पड़ना होगा. यहाँ मुसलमान एक मुट्ठी है इसलिए आप टूटने को उतावले है. അപ്പൊ ഇവര് പറയാണ് ഇത് അകലെയാണോ അടുത്താണോ എന്നുള്ള കാര്യമൊന്നല്ല ഇവിടെ പ്രശ്നം, നിങ്ങൾക്ക് ധൈര്യം ഇല്ല എന്നുള്ളതാ. കാരണം ആ ഛാവനിയിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ബ്രിട്ടീഷ് സോൾജേഴ്സിന്റെ കയ്യിൽ വലിയ വലിയ പീരങ്കികളും തോക്കുകളൊക്കെ ഉണ്ട്. അവിടെ പോയാൽ നിങ്ങൾ ട്രാപ്പായി പോകും. പക്ഷെ ഇവിടുത്തെ മുസൽമാന്റെ എണ്ണം കുറച്ചേ ഉള്ളൂ, വെല്ലെണ്ണാവുന്ന അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി റെഡി ആയിരിക്കണേന്ന് പറയാണ്. ആപ് സുബാൻ ഖാൻ കാ പക്ഷ് ലേ രഹേ ഹെ, ദോസ്തി നിഭാത്തെ ഹെ, ധർമ്മ സെ ബഡ്കർ ദോസ്തി നഹി. അപ്പൊ ഒരാൾ പറയാണ് നിങ്ങൾ സുബാൻ ദാദയുടെ ഭാഗം പിടിക്കുകയാണോ, ഇത്രയധികം ദോസ്തി കൊണ്ടു നടക്കേണ്ട ആവശ്യമൊന്നുമില്ല, ധർമ്മത്തിന്റെ മുകളിൽ ഈ സൗഹൃദത്തിനെ കാണേണ്ട ആവശ്യമില്ല എന്ന് പറയാണ്. കുച്ച് നൗജവാനോ കോ മേരെ മാമാജി की बातें ऐसी बुरी लगी कि सख्त सुस्त कहते वहां से उठकर चले गए. അപ്പോ ആ അഗ്രി ചെയ്ത് പറയുന്ന ആള്, സുബാൻ ദാദയുടെ ഭാഗം പറയുന്ന ആള് ആരാണ്, റൈറ്ററിന്റെ മാമാജി ആയിരുന്നു. അപ്പോൾ അവർക്ക് ഇത് കേട്ടിരുന്ന ആൾക്കാർക്ക് അത് വളരെ ദേഷ്യം വന്നു കേട്ടിട്ട്. അപ്പൊ അവര് അവിടുന്ന് എഴുന്നേറ്റ് പോയി. लेकिन कितना भी गुस्सा किया जाए, चीखा चिल्लाया जाए, यह साफ बात है कि मामा की बिना राजमंदी के किसी बड़ी घटना के लिए किसी की पैर उठाने की हिम्मत नहीं हो सकती थी. उधर सुबान दादा के दरवाजे पर भी मुसलमानों की भीड़ है, न जाने दादा में कहाँ का जोश आ गया है, वह कड़क कर कह रहे हैं. അപ്പോ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഈ റൈറ്ററിന്റെ മാമാജി ചെല്ലാണ്ട് ഈ നാട്ടില് വലിയ കാര്യങ്ങളൊന്നും നടക്കില്ല. അദ്ദേഹത്തിന്റെ ഒരു സപ്പോർട്ടും കൂടി ഇല്ലാണ്ട് ആരും ഒന്നും ചെയ്യാൻ വേണ്ടി ഒന്നും തയ്യാറാവില്ല. അതേപോലത്തെ ഒരു കണ്ടീഷൻ തന്നെയാണ് ഇപ്പൊ സുബാൻ ദാദയുടെ വീട്ടിലും. അവരുടെ പുറത്ത് കുറെ മുസൽമാൻ ഇങ്ങനെ കൂടിയിരിക്കുകയാണ്. അദ്ദേഹത്തിൽ എന്ത് ആവേശമാണ് വന്നതെന്ന് അറിയില്ല. അദ്ദേഹം ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നത് കേൾക്കാനുണ്ട്. ഗായ് की कुर्बानी नहीं होगी, ये फालतू बातें सुनने को मैं तैयार नहीं हूँ, तुम लोग हमारी आंखों के सामने से हट जाओ. അപ്പോ അദ്ദേഹം പറയുന്നത് ഞാനാണെങ്കിൽ ഈ ഗായിന്റെ കുർബാനി ബലി കൊടുക്കുന്നതിലൊന്നും യോജിക്കുന്നില്ല. ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ഫാൽത്തു കി ബാത്ത് എന്ന് വെച്ചാൽ അനാവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റെഡിയല്ല, നിങ്ങൾ എന്റെ കൺമുൻപിൽ നിന്ന് പോവാൻ. ക്യോ നഹി ഹോഗി, ക്യാ ഹം അപ്നാ മസ്ഹബ് ഡർ കെ മാരെ ഛോഡ് ദേംഗെ,
അതെന്താ അങ്ങനെ ഉണ്ടാവാത്തത്? പേടിച്ചിട്ട് നമ്മൾ നമ്മുടെ മതത്തിനെ ആചാരങ്ങളെ വിട്ടുകളയണം എന്നാണോ പറയണത് എന്ന് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. मैं कहता हूँ ये मजहब नहीं है, मैं हज से हो आया हूँ, कुरान मैंने पढ़ी है, गाय की कुर्बानी लाजमी नहीं है, अरब में लोग दुम्मे और ऊंट की कुर्बानी अमूमन करते हैं. അപ്പോ അദ്ദേഹം പറയാണ്, ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണത് നമ്മുടെ മതത്തിന്റെ ഭാഗമല്ല. ഞാൻ ഹജ്ജിന് പോയതാണ്, അവിടെ ഞാൻ ഖുറാൻ വായിച്ചിട്ടുണ്ട്. ഖുറാനിൽ ഒരിക്കലും പറയുന്നില്ല പശുവിനെ അറക്കണം എന്ന്. അത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോ അറബികളാണെങ്കിൽ അവിടെ ആടിനെ ഒട്ടകത്തിനൊക്കെ അറക്കാറുണ്ട്, അത് ശരിയാണെന്ന് സുബാൻ ദാദ പറയുന്നുണ്ട്. ലേക്കിൻ ഹം ഗായ് കി ഹി കുർബാനി കരെ തോ വോ റോക്കനെ വാലെ കौन होते हैं, हमारे मजहब में वे दस्तंदाजी क्यों कर रहे हैं. അപ്പോ കുറച്ച് ആൾക്കാർ ചോദിക്കുകയാണ്, എന്തിനാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മതത്തിന് വേണ്ടിയിട്ട് പശുവിനെയാണ് അറക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അതിൽ കൈ കടത്താൻ അവരാരാണ് എന്നാണ് ചോദിക്കുന്നത്. അവരൊന്നും ഉദ്ദേശിക്കുന്ന ആരിനെ? ഹിന്ദുസിനെ. दस्तंदाजी എന്ന് പറഞ്ഞാൽ കൈ കടത്തുക. उनकी बात उनसे पूछो, मैं मुसलमान हूँ, कभी अल्लाह को नहीं भूला हूँ, मैं मुसलमान की हैसियत से कहता हूँ, मैं गाय की कुर्बानी ना होने दूंगा, ना होने दूंगा. അപ്പൊ അദ്ദേഹം പറയാണ്, അത് അവരോട് നിങ്ങൾ ചോദിക്കണം. ഞാൻ മുസൽമാനാണെന്നുള്ള കാര്യം ഒരിക്കലും മറന്നിട്ടില്ല. ഞാൻ അള്ളാനെ വിട്ടിട്ട് ഒരു കാര്യവും ചെയ്യൂല. ആ മുസൽമാനായ ഞാൻ തന്നെയാണ് പറയണത്, ഞാൻ ഇവിടെ പശുവിനെ ഇറക്കാൻ സമ്മതിക്കില്ല എന്നാണ് സുബാൻ ദാദ പറയുന്നത്. दादा की समूची दाढ़ी हिल रही थी, गुस्से से चेहरे लाल था, होंठ फड़क रहे थे, शरीर तक हिल रहा था. उनकी यह हालत देख सभी चुप रहे, लेकिन एक नौजवान बोल उठा. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ബോഡി ലാംഗ്വേജ് കണ്ടപ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലായി അദ്ദേഹത്തിന് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇഷ്ടമായിട്ടില്ല, അദ്ദേഹത്തിന് അത് ദേഷ്യം വന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ ആളുകൾ മിണ്ടാണ്ടിരുന്നു. പക്ഷെ ഒരു യങ്സ്റ്റർ സംസാരിച്ചു. ആപ് ബൂഡേ ഹെ, ആപ് അബ് അലഗ് ബാഠിയെ, ഹം കാഫിറോ സെ സമജ് ലേംഗെ. അപ്പൊ ഈ യങ്സ്റ്റർ പറയാണ്, നിങ്ങൾക്കിപ്പോ പ്രായമായി, നിങ്ങൾ അങ്ങോട്ട് മാറിയിരുന്നോളൂ, ഞങ്ങള് കാഫിറുകളുടെ അടുത്ത് നിന്ന് പഠിച്ചുകൊണ്ട് എന്ന്. അങ്ങനെ ഇത് കേട്ടപ്പോ സുബാൻ ദാദയ്ക്ക് ദേഷ്യം വന്നു. കല്ലു കാ ബേട്ട ജബാൻ സംഭാൽ കർ ബോൽ. ഇപ്പൊ കല്ലുവിന്റെ മകനാണല്ലേ നീ, സൂക്ഷിച്ച് സംസാരിക്കുന്നു പറയാണ്. तू किन्हें काफिर कह रहा है और मेरे बुढ़ापे पर मत जा, मैं मस्जिद में चल रहा हूँ, पहले मेरी कुर्बानी हो लेगी तब गाय की कुर्बानी हो सकेगी. അപ്പോ അദ്ദേഹം പറയാണ്, സുബാൻ ദാദ പറയാണ്, നീ ഏത് കാഫിറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? എന്റെ പ്രായത്തെ കുറിച്ച് നീ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ മസ്ജിദിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ആദ്യം എന്റെ കുർബാനി നിങ്ങൾ കൊടുക്കേണ്ടി വരും, എന്നാലാണ് ഇവിടെ ഗായിന്റെ കുർബാനി കൊടുക്കാൻ വേണ്ടി ഞാൻ സമ്മതിക്കുള്ളൂ എന്ന് പറയാണ്. സുബാൻ ദാദ വഹാ സെ ഉസി തൻതനെ की हालत में मस्जिद में आए, फिर तस्बीह लेकर मस्जिद के दरवाजे के चौखट पर मेरी लाश पर ही कोई भीतर घुस सकता है എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഇത്രയും കോൺഫ്ലിക്റ്റ് ഉള്ള ഒരു അവസ്ഥയിൽ തന്നെയാണ് സുബാൻ ദാദ മസ്ജിദിൽ പോയി നമാസ് വായിച്ചു. എന്നിട്ട് വന്നിട്ട് പറയാണ്, എന്റെ ലാഷ്, എന്റെ ശവശരീരത്തിന്റെ മുകളിൽ കൂടെ മാത്രമാണ് നിങ്ങൾക്ക് ഇനി ഇതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഇവിടെ ബലി കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് कहकर बैठ गए. അവിടെ ഇരുന്നു. उनकी आंखें मूंदी है किंतु आंसुओं की झड़ी उनके गाल से होते उनकी दाढ़ी को भिगोती അജശ്ര രൂപ് മേ ഗിർത്തി ജാ രഹി ഹെ. അദ്ദേഹത്തിന്റെ കണ്ണടച്ചിരിക്കുകയാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് വരുന്ന ആ കണ്ണുനീര് അദ്ദേഹത്തിന്റെ കവിളിലൂടെ ഒഴുകിയിട്ട് ആ ദാടിയിൽ കൂടെ പോയിട്ട് അതിനെ നനച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാത്ത് മേ तस्बीह के दाने हिल रहे हैं और होठों पर जरा जरा जुम्बिश है, नहीं तो उनका समूचा शरीर संगमरमर की मूर्ति सा लग रहा है. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യില് തസ്ബീഹിന്റെ ദാനെന്ന് വെച്ചാൽ ഗ്രെയിൻസ് ഉണ്ട്, അത് അവര് ഉപയോഗിക്കുന്ന എന്തെങ്കിലും കാര്യത്തിനാവും പറയുന്നുണ്ടാവുക. പിന്നെ അദ്ദേഹത്തിന്റെ ചുണ്ടില് ചെറിയ ചെറിയ ഇങ്ങനെ ഈ വിഷമിച്ചിട്ടും ദേഷ്യപ്പെട്ടിട്ടൊക്കെ ഇരിക്കുന്നതുകൊണ്ട് അങ്ങനത്തെ മൂവ്മെന്റ്സ് കാണാൻ വേണ്ടിയിട്ടുണ്ട് ഫേസില്. ഇല്ലെങ്കിൽ ഒരു മാർബിളിന്റെ മൂർത്തി പോലെയാണ് അദ്ദേഹത്തെ തോന്നുള്ളൂ ഈ മൂവ്മെന്റ്സും കൂടി ഇല്ലായിരുന്നെങ്കിൽ. നിശ്ചൽ നിസ്പന്ദ്, ഒരു ചലനം ഇല്ലാണ്ട് ഒരു സ്പന്ദനം ഇല്ലാണ്ട്. ധീരെ ധീരെ മസ്ജിദ് കെ നസ്ദീക് ലോഗ് ഇക്കട്ടെ ഹോനെ ലഗെ, പെഹലെ മുസൽമാൻ ഫിർ ഹിന്ദു ബി. കുറേശ്ശായിട്ട് സമയം കഴിയുന്തോറും ആളുകൾ കൂടാൻ വേണ്ടി തുടങ്ങി. ആദ്യം ഹിന്ദുസ് വന്നു, പിന്നെ മുസ്ലിംസ് വന്നു. അബ് ഗായ് കി കുർബാനി കാ സവാൽ ദാദാ കി ആസുओं की धारा में ഭസ്കർ ന ജാനെ കഹാ ചലാ ഗയാ ഥ. ഇപ്പം ഈ പശുവിനെ അറക്കണം എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ കണ്ണുനീരിൽ അലിഞ്ഞിട്ട് ഇപ്പൊ എങ്ങോട്ട് പോയി എന്ന് മനസ്സിലാവുന്നില്ല. वह साक्षात देवदूत से दीख पड़ते थे, देवदूत जिसके रोम रोम से प्रेम और भाईचारे का संदेश निकलकर वायुमंडल को व्याप्त कर रहा था. അദ്ദേഹമാണെങ്കിൽ ഇപ്പൊ ഒരു ദേവദൂതനെ പോലെയാണ്. ഏത് ദേവദൂതൻ? ഈ അദ്ദേഹത്തിന്റെ ഓരോ രോമത്തിലും സ്നേഹം, അതുപോലെ തന്നെ ഭായിചാര്യ, ഫ്രട്ടേണിറ്റിനെ, ബ്രദർഹുഡിനെ കുറിച്ച്
പറയുന്ന ആ ദേവദൂതനെ പോലെയാണ് ഇപ്പൊ അദ്ദേഹം ഉള്ളത്. അബി ഉസ് ദിൻ മേരി रानी मेरे 2 वर्ष जेल में रह जाने के बाद इतने लंबे अरसे तक राह देखती देखती आखिर मुझसे मिलने गया സെൻട്രൽ ജയിൽ മേ ആയി. അന്ന് എൻ്റെ റാണി 2 വർഷം ഞാൻ 2 വർഷം ജയിലിൽ കിടന്നപ്പോൾ എന്നെ കാത്ത് ഇരുന്നു. എന്നിട്ട് അന്ന് എന്നെ കാണാൻ വേണ്ടിയിട്ട് സെൻട്രൽ ജയിലിൽ വന്നിരുന്നു. इतने दिनों की बिछुड़न के बाद मिलने पर जो सबसे पहली चीज उसने मेरे हाथों पर रखी थी वे रेशम और कुछ सूद के अजीबोगरीब ढंग से लिपटाए डोरे बद्दिया ഗണ്ടേ. അപ്പോൾ ഇത്രയും നാളത്തെ ഒരു വേർപാടിന് ശേഷം എന്നെ കാണാൻ വന്നപ്പോൾ അവൾ എൻ്റെ കയ്യിൽ വെച്ച് തന്നത് കുറേ അജീബായിട്ടുള്ള കുറേ സ്ട്രേഞ്ച് ആയിട്ടുള്ള കുറേ സാധനങ്ങളാണ്. എന്തിലൊക്കെയോ പൊതിഞ്ഞിട്ടുള്ള കുറേ ഏലസ്, ചരട്, അങ്ങനത്തെ ഓരോ സാധനങ്ങളായിരുന്നു. यह सूरज देवता के है, यह अनंत देवता के, यह ग्राम देवता के. यूं ही गिनती गिनती आखिर में बोली ये हुसैन साहब के गंडे है, आपको मेरी कसम इन्हें जरूर ही पहन लीजिएगा. അങ്ങനെ ഇത് സൂര്യദേവന്റെയാണ്, ഇത് അനന്ത് ദേവതയുടെയാണ്, അതേപോലെ തന്നെ ഗ്രാം ദേവതയുടെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എണ്ണിയിട്ട് ഓരോന്ന് എന്തിനു വേണ്ടിയിട്ടാണ് കൊടുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് പറഞ്ഞു ഇത് ഹുസൈൻ സാഹബിന്റെ ആണ്, ഇത് എന്തായാലും നിങ്ങൾ ധരിക്കണമെന്ന്. ये सब मेरी माँ की मन्नतों के अवशेष चिन्ह है. माँ चली गई, पिताजी चले गए, रानी 4 बच्चों की माँ बन चुकी है, मैं पिता बन चुका हूँ, लेकिन ये मन्नतें अब भी निभाई जा रही है. അപ്പോൾ ഇതാണെങ്കിൽ എൻ്റെ അമ്മയുടെ മന്നത്ത്, അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ച കാര്യങ്ങളുടെ ബാക്കിയാണ്. അമ്മ മരിച്ചു, അച്ഛൻ മരിച്ചു, റാണിക്ക് ഇപ്പം 4 മക്കളായിരിക്കുന്നു, ഞാനും അച്ഛനായിരിക്കുന്നു, എന്നിട്ടും ഈ മന്നത്തുകൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. റാണി ജാൻതി ഹെ മേ നാസ്തിക് ഹോ. റാണിക്കറിയാം ഞാൻ നാസ്തികാണ്, വിശ്വാസമില്ല, എത്തീസ്റ്റ് ആണെന്ന്. इसलिए जब जब इनके मौके आते हैं खुद इन्हें मेरे गले में डाल देती है. അപ്പോൾ അവസരം കിട്ടുന്ന സമയത്ത് അവൾ തന്നെ ഇത് എൻ്റെ കഴുത്തിൽ ഇട്ട് തരും. आज इस जेल में जेल कर्मचारियों और खुफिया पुलिस के सामने उसने ऐसा नहीं किया, लेकिन कसम देने से नहीं चूकी. मैंने भी हंसकर मानो उसकी दिल जमई कर दी. അപ്പോൾ ഇന്ന് ഇവിടെ ഇപ്പോൾ പോലീസ് ഉണ്ട്, വേറെ കുറേ പ്രിസണേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇത് കഴുത്തിൽ ഇട്ട് കൊടുക്കാനൊന്നും ഇന്നില്ല. എന്നാലും ഒരു പ്രോമിസ് മേടിച്ചിട്ടാണ് അവൾ പോയത്. അപ്പോൾ ഞാനാണെങ്കിൽ അതിന് സമാധാനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ പ്രോമിസ് കൊടുക്കുകയും ചെയ്തു. റാണി ചലി ഗയി ലേക്കിൻ വേ ഗണ്ടേ അബ്ബി മേരെ സൂട്ട് കേസ് മേ സഞ്ജോക്കർ രഖേ ഹെ. റാണി പോയി, പക്ഷെ ആ സാധനങ്ങൾ ഇപ്പോഴും എൻ്റെ സൂട്ട് കേസിൽ വെച്ചിട്ടുണ്ട്. जब जब सूटकेस खोलता हूँ और हुसैन साहब के उन गंडों पर नजर पड़ती है तब तब 2 अपूर्व तस्वीरें ആഖോं के सामने नाच जाती है. എന്നാലും എപ്പോഴെങ്കിലും ആ സൂട്ട് കേസ് തുറക്കുമ്പോൾ ഈ സുബാൻ ദാദ കൊടുത്തിട്ടുള്ള ഗണ്ടെ കാണുമ്പോൾ 2 അപൂർവമായിട്ടുള്ള ദൃശ്യമാണ് എൻ്റെ മുന്നിൽ വരുന്നത്. പെഹലി കർബലാക്കി, ആദ്യത്തെ സ്ഥലം കർബലയുടെയാണ്, ആദ്യത്തെ ചിത്രം കർബലയുടെയാണ്. एक और सिर्फ 72 ആദ്മി ഹെ. ഒരു സ്ഥലത്ത് 32 ആൾക്കാരാണുള്ളത്. ജിൻമേ ബच्चे और औरतें भी है. അതിൽ കുട്ടികളും സ്ത്രീകളും ഉണ്ട്. एक छोटी सी जमात के सरदार है ഹർജത് ഹുസൈൻ സാഹബ്. ഒരു സ്ഥലത്ത് ഒരു സർദാർ ഉണ്ട്, ഹർജത് ഹുസൈൻ സാഹബ്. उन्हें बार बार आग्रह करके बुलाया गया था कूफा की गद्दी पर बिठलाने के लिए, लेकिन गद्दी पर बिठाने के बदले आज उनके लिए एक चुल्लू पानी का मिलना भी मुहाल कर दिया गया. അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് വിളിപ്പിക്കാറുണ്ട് ഒരു ഇരിപ്പിടത്തിൽ ഇരുത്താൻ വേണ്ടിയിട്ട്. പക്ഷെ ഇന്ന് അദ്ദേഹത്തിന് ചുല്ലു ബർ പാനി എന്ന് വെച്ചാൽ അത്രയും കുറവ് എമൗണ്ടിൽ കുറച്ച് വെള്ളം പോലും കിട്ടാന്ന് പറയുന്നത് ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ്. സാമനെ ഫുറാത്ത് നദി ബഹ രഹി ഹെ ലേക്കിൻ ഉസ്കെ ഗാഡ് ഗാഡ് पर പഹരെ ഹെ. മുന്നില് ഫുറാത്ത് നദി പോകുന്നുണ്ട്, പക്ഷെ അതിന്റെ തീരത്തൊക്കെ കാവൽക്കാരുണ്ട്. ഉനെ പാനി ലേനെ നഹി ദിയാ ജാ രഹ. അദ്ദേഹത്തിന് വെള്ളം എടുക്കാൻ പോലും പറ്റണില്ല. പറ്റണില്ല എന്നല്ല, സമ്മതിക്കണില്ല. कहा जाता है दुराचारी दुराग्रही यजीद की सत्ता कबूल करो नहीं तो प्यास से तड़प कर मरो. യസീദിന്റെ റൂള് നിങ്ങൾ അംഗീകരിക്കുക, അത് അംഗീകരിച്ചാൽ മാത്രമേ ഇവിടുന്ന് വെള്ളം എടുക്കാൻ സമ്മതിക്കുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ദാഹിച്ച് മരിക്കേണ്ടി വരുന്നത്. बच्चे प्यास के मारे बिलबिला रहे हैं, उनकी माँ और बहने तड़प रही है. എല്ലാവരും വെള്ളം കിട്ടാണ്ട് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.
हाय रे एक चुल्लू पानी मेरे लल्ला के कंठ सूखे जा रहे हैं, उसकी सांस रुकी जा रही है, പാനി പാനി एक ചുല്ലു പാനി. അപ്പോൾ എൻ്റെ കുട്ടിക്ക് അത്രയും ദാഹിക്കുന്നുണ്ട്, അവൻ്റെ തൊണ്ട വരണ്ടു പോയിരിക്കുന്നു, അവന് ശ്വാസം എടുക്കാൻ പോലും പറ്റുന്നില്ല, കുറച്ചെങ്കിലും വെള്ളം എന്ന് പറയാണ്. पानी की तो नदी बह रही है और तुम्हें इज्जत और दौलत भी कम नहीं बख्शी जाएगी, क्योंकि तुम खुद रसूल के नाती जो हो, लेकिन शर्त यह है यजीद के हाथ पर बैत करो. വെള്ളത്തിന്റെ ഒരു നദി തന്നെ ഒഴുകുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്തും സമ്പത്തും ഇവിടെ തന്നെ ബാക്കിയുണ്ടാവും. ക്യോങ്കി തും ഖുദ് റസൂൽ കി നാത്തി ജോ ഹോ, നിങ്ങളാണെങ്കിൽ റസൂലിന്റെ ആളുകളല്ലേ. ലേക്കിൻ ഷർത്ത് യഹ് ഹെ, അതിന് ആകെ ഒരു കണ്ടീഷനാണുള്ളത്, യസീദ് കെ ഹാത്ത് പർ ബാത്ത് കറോ. പക്ഷെ യസീദിന്റെ റൂള് നിങ്ങൾ അംഗീകരിക്കണം. യസീദ് എന്ന് പറയുന്നത് കർബല യുദ്ധം ഉണ്ടാക്കിയിട്ടുള്ള ആ റൂളറാണ്. यजीद के हाथ पर बैत दुराचारी दुराग्रही यजीद की सत्ता कबूल कर ले और റസൂൽ का നവാസ. അപ്പൊ പറയാണ് യസീദിന്റെ റൂൾ അംഗീകരിക്കുവോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ദുരാചാരി ദുരാഗ്രഹി ആയിട്ടുള്ള ഈ യസീദിന്റെ റൂൾ ഞങ്ങൾ അംഗീകരിക്കണം എന്നാണോ? हो नहीं सकता, അത് നടക്കില്ല. हम एक चुल्लू पानी में डूब मरना पसंद करेंगे, लेकिन यह नीच काम रसूल के नाती से नहीं होगा. അങ്ങനെ ഞങ്ങളാണെങ്കിൽ കുറച്ച് വെള്ളത്തിൽ മുങ്ങി മരിച്ചാലും വേണ്ടില്ല, പക്ഷെ ഞങ്ങൾ ഒരിക്കലും ഈ യസീദിന്റെ റൂൾ അംഗീകരിക്കില്ല. ലേക്കിൻ ബच्चों के लिए तो पानी लाना ही है, उन्हें यूं जीते जी तड़प कर मरने नहीं दिया जा सकता. പക്ഷെ കുട്ടികൾക്ക് വെള്ളം കൊടുക്കന്നെ വേണ്ടേ, അവരെങ്ങനെ മരിക്കാൻ വേണ്ടി വിടാൻ പറ്റില്ലല്ലോ എന്ന് പറയാണ്. एक और 72 आदमी जिनमें बच्चे और स्त्रियां भी, दूसरी और दुराचारी यसीद की अपार सजी सजाई फौज. ഒരു സ്ഥലത്ത് 32 മനുഷ്യര്, അതിൽ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉണ്ട്. മറ്റേ സ്ഥലത്ത് ദുരാചാരി യസീദിന്റെ ഫൗജ് സൈന്യാണുള്ളത്. ലഡായി होती है, हजरत हुसैन और उनका पूरा काफिला उस കർബല के मैदान में ഷഹാദത്ത് പാത്താ ഹെ. ഹസ്രത്ത് ഹുസൈനും അദ്ദേഹത്തിന്റെ ഫുൾ ഫാമിലിയും അവിടുത്തെ അന്നത്തെ യുദ്ധത്തിലെ രക്തസാക്ഷികളായി മാറുന്നു. ഷഹീദോं के रक्त से उस सहरा के रजकन लाल होते हैं, बच्चों की तड़प और अबलाओं की चीख से वातावरण ഥറ ഉടുത്ത ഹെ. അങ്ങനെ അവിടെയുള്ള ആ ഒരു യുദ്ധത്തിന്റെ കണ്ടീഷന്റെ ഭീകരതയാണ് പറയുന്നത്. അവിടെ മൊത്തം ചോര കൊണ്ട് റെഡായിട്ട് മാറി. പിന്നെ കുട്ടികളുടെയും സ്ത്രീകളുടെയും നിലവിളികളൊക്കെ കേൾക്കാനുണ്ടായിരുന്നു. ഇത്തിനി ബഡി ദർദന ഘട്ന സൻസാർ കെ ഇതിഹാസ് മേ മിൽന മുഷ്കിൽ ഹെ. ഇത്രയും വേദനാജനകമായിട്ടുള്ള, ദർദനാക്ക് എന്ന് വെച്ചാൽ വേദനാജനകമായ ഒരു സംഭവം ഈ ലോകത്തിന്റെ ചരിത്രത്തിൽ തന്നെ കാണുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അത്രയും മോശമായിരുന്നു അവിടുത്തെ കണ്ടീഷൻ. മുഹറം ഉസി ദിൻ കാ करुण स्मारक है, संसार के कोने कोने में यह स्मारक कर मुसलमान मनाता है. അപ്പോ ഈ സ്മാരകമാണ് ലോകത്തിലെ മുസ്ലിംസ് മൊത്തം മുഹറത്തിന്റെ ദിവസം ആചരിക്കുന്നത്. ഭായിചാര बढ़ने पर हिंदुओं ने भी ഇസെ അപ്ന ത്യോഹാർ ബനാ ലിയാ ഥാ ജോ സബ് തരഹ ഹി യോഗ്യത. അപ്പോൾ ഇവര് തമ്മിലുള്ള ഈ ഒരു ബ്രദർഹുഡ്, ഹിന്ദുസും മുസ്ലിംസ് തമ്മിലുള്ള ബ്രദർഹുഡ് കൂടിയപ്പോഴ് ഹിന്ദുസും ഈ മുഹറം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. और दूसरी तस्वीर सुबान दादा की जिनके कंधे पर चढ़कर मैं मुहറം देखने जाया करता था. രണ്ടാമത്തെ പിക്ചർ സുബാൻ ദാദയുടെയാണ്. അദ്ദേഹത്തിന്റെ ഷോൾഡറിൽ കയറിയിട്ടാണല്ലോ ഞാൻ മുഹറം കാണാൻ പോയിരുന്നത്. വ ചോടി പെഷാനി വ സുഫേദ് ദാടി വേ മമത ബരി ആഖേ വേ ഷഹദ് ടപക്നെ വാലെ ഹോട്ട് ഉൻക വ നൂറാനി ചെഹറ. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ വീണ്ടും പറയാണ്. ആ വീതിയുള്ള നെറ്റി, ആ വൈറ്റ് താടി, അതേപോലെ തന്നെ മമത നിറഞ്ഞിട്ടുള്ള ആ കണ്ണുകള്, അദ്ദേഹത്തിന്റെ സ്വീറ്റ് ആയിട്ടുള്ള സംസാരം, ചൈതന്യമുള്ള ആ മുഖം. ജിൻകി ജവാനി അല്ലാ और काम के बीच बराबर हिस्सों में बटी थी, जिनका बुढ़ापा अल्लाह से ओतप्रोत था. അദ്ദേഹത്തിന്റെ ഈ ബുഡാപ്പയും ജവാനിയും, അതായത് യുവത്വവും ഈ വയസ്സായ ഒരു കാലഘട്ടവും അല്ലയുമായിട്ട് ചേർന്ന് നിന്നിരുന്നതാണ്. ജിൻകെ ദിമാഗ് മേ അല്ലാ ख्याल थे और हृदय में प्रेम की धारा लहराती थी. वह प्रेम की धारा जो अपने पराये सबको समान रूप से शीतल करती और सींचती. അദ്ദേഹത്തിന്റെ മനസ്സിൽ അല്ലാ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു ചിന്തയായിരുന്നു. അത് സ്നേഹമായിട്ടാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്നും ഒഴുകിക്കൊണ്ടിരുന്നത്. മേരാ സിർ സിസ്ദേ മേ ജുകാ ഹെ, करबला के शहीद के सामने मैं सप्रेम नमस्कार करता हूँ अपने प्यारे सुबान दादा को. എൻ്റെ
തല കുനിഞ്ഞു പോവാണ്, ഞാൻ തല കുനിക്കാണ് ഈ കർബലയിലെ ഷഹീദുകളെ ആലോചിച്ചിട്ട് അവരുടെ മുന്നിൽ. എന്നിട്ട് ഞാൻ സ്നേഹത്തോടെ എൻ്റെ സുബാൻ ദാദയെ ആലോചിക്കുകയാണ്. ഇനി നമുക്ക് ഈ സ്റ്റോറിയുടെ സാരാംശം നോക്കി നോക്കാം. रामवृक्ष बेनीपुरी ने अपनी कहानी सुबान खां में हिंदू मुस्लिम भाईचारे और प्रेम की मिसाल दी है, वहीं बड़े शहरों में बढ़ते वैमनस्य को भी दर्शाया है. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ രാംവൃക്ഷ് ബേനിപൂരി ഹിന്ദുസും മുസ്ലിംസും തമ്മിലുള്ള ഒരു ബ്രദർഹുഡിനെ കുറിച്ചിട്ട് അതിൻ്റെ ഒരു മിസാൽ, അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ടൗണിലൊക്കെ എങ്ങനെയാണ് ഇവരുടെ ഇടയിൽ പ്രോബ്ലംസ് ഉണ്ടായത് എന്നും കാണിക്കുന്നുണ്ട്. इसमें बेनीपुरी जी ने चौड़ी पेशानी, सफेद दाढ़ी, ममता मई आंखें और नूरानी चेहरे वाले सुबान दादा को ऐसा शख्स बताया है जिसकी जवानी जहां अल्लाह और काम के बीच बटी थी, वही उसका बुढ़ापा भी अल्लाह से ओतप्रोत था और उनके हृदय में बहती प्रेम की धारा अपने पराये को समान रूप से शीतल करती थी. അപ്പം ഇവിടെ അദ്ദേഹം കാണിച്ചിട്ടുള്ള സുബാൻ ദാദ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ, അദ്ദേഹത്തിന്റെ ഈ യുവത്വം അതുപോലെ തന്നെ വാർദ്ധക്യം ഇതിന്റെ ഇടയിലൊക്കെ അദ്ദേഹം എപ്പോഴും ആരാധിച്ചിരുന്നത് അല്ലയെ തന്നെയാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ അല്ല എന്ന് പറയുന്നത് ഒരു പ്രേമ, ഒരു സ്നേഹത്തിന്റെ ധാരയാണ്. അത് സ്വന്തം മതത്തിലുള്ളവരെ ആയാലും മറ്റു മതത്തിലുള്ളവരെ ആയാലും ഒരുപോലെ കാണണം എന്നുള്ള രീതിയിലുള്ള ഒരു സ്നേഹത്തിന്റെ ധാരയായിരുന്നു. जब उनके द्वारा बनवाई गई मस्जिद में गाय की बलि देने के लिए गांव के सारे मुसलमान इकट्ठे हो जाते हैं और हिंदुओं के विरोध करने पर विद्रोह पर उतर आते हैं, तब सुबान खां दीवार बनकर अपनी ही कौम के आगे खड़े हो जाते हैं और उन्हें बलि नहीं देने देते. അപ്പം സുബാൻ ഖാൻ ഉണ്ടാക്കിയിട്ടുള്ള ഈ മസ്ജിദിൽ പശുവിനെ അറക്കണം എന്ന് പറഞ്ഞിട്ട് മുസ്ലിംസ് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അദ്ദേഹം മുസ്ലിംസിന്റെ മുന്നിൽ തന്നെ, സ്വന്തം ആൾക്കാരുടെ മുന്നിൽ തന്നെ ഒരു വോളായിട്ട് നിൽക്കുകയാണ്, അങ്ങനെ ഒരു അന്യായം ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. वे हिंदू मुस्लिम भाईचारे को बनाए रखने के लिए अपनी जान तक दांव पर लगा देते हैं. वही हिंदू परिवार का वह छोटा लड़का जो सुबान दादा की लंबी दाढ़ी में अपनी उंगली डालकर उनके सामने अटपटे मासूम सवालों की झड़ी लगाता, उनके कंधे पर यहाँ वहाँ घूमता रहता, वह बड़ा होने पर भी उनके प्रति आदर को हमेशा बनाए रखता है, जिसे बेनीपुरी जी ने कहानी के अंत तक बनाए रखा है. അപ്പോൾ ഈ സുബാൻ ദാദ എന്ത് ചെയ്യുന്നു? ഹിന്ദു മുസ്ലിംസിന്റെ ഇടയിലെ കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവൻ വരെ പണയപ്പെടുത്തിയിട്ട് സ്വന്തം റിലീജിയനത്തെ ആൾക്കാർക്ക് എതിരായിട്ട് തന്നെ നിൽക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. രണ്ടു കൂട്ടരുടെ ഇടയിൽ ഒരു വോളായിട്ട് അദ്ദേഹം നിൽക്കുകയാണ് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതുപോലെ തന്നെ ഹിന്ദു പരിവാരത്തിലത്തെ ഒരു കുട്ടിയാണ് നമ്മുടെ സ്റ്റോറിയുടെ നറേറ്റർ എന്ന് പറയുന്നത്. ആ കുട്ടി വലുതായിട്ടും ഈ അദ്ദേഹത്തെ പ്രതിയുള്ള ആദരവ് അതേപോലെ തന്നെ വെക്കുകയാണ്. ജിസെ ബേനിപുരി ജിനെ കഹാനിക്ക് അന്ത് തക് ബനായെ രഖാ ഹെ. ആ ഒരു കാര്യം അദ്ദേഹം അതിന്റെ അവസാനം വരെ, സ്റ്റോറിയുടെ അവസാനം വരെ പറയുന്നുണ്ട്. എങ്ങനെയാണോ ആ കുട്ടി ചെറുപ്പത്തില് സുബാൻ ദാദയെ നോക്കിക്കൊണ്ടിരുന്നത്, അദ്ദേഹത്തിന്റെ താടിയിലൂടെ വിരലോടിച്ച് കളിക്കുകയൊക്കെ ചെയ്തിരുന്നത്, അതുപോലത്തെ ഒരു നിഷ്കളങ്കതയും അതുപോലത്തെ ഒരു ആദരവും ആ കുട്ടിയുടെ മനസ്സിൽ എപ്പോഴും സുബാൻ ദാദയോട് ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം റൈറ്റർ അവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് സ്റ്റോറിയിൽ. അപ്പോൾ ഇത്രയാണ് ഈ സ്റ്റോറിയുടെ സമ്മറി വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് തന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.